അത് പറഞ്ഞ അതിന്റെ അപ്പുറം പിന്നെ ഒരു പരിശോധനയില്ല. അതങ്ങൾക്ക് പറ്റിയ തകരാറ്. കാന്തപുര ഉസ്താദ് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഞങ്ങൾക്കൊന്നുമില്ല. അങ്ങനെ വിശ്വസിച്ചു പോയതാ നിങ്ങൾക്ക് പറ്റിയ തകരാറ്. നിങ്ങൾ കാന്തപുര ഉസ്താദ് പറഞ്ഞാലും അങ്ങനെ ഒരു റൈറ്റ് ചാൻസ് കിട്ടിയാൽ നിങ്ങളത് ഉപയോഗപ്പെടുത്തണമായിരുന്നു. കാന്തപുര ഉസ്താദ് ഒരു മനുഷ്യരല്ലേ, തെറ്റ് സംഭവിക്കാമല്ലോ. അങ്ങനെ തെറ്റ് സംഭവിക്കാത്ത മാസൂമാകണമെങ്കിൽ അമ്പിയാക്കന്മാരിൽപ്പെട്ടവരാകണം. കാരണം കാന്തപുര അമ്പിയാക്കന്മാരിൽപ്പെട്ടവരല്ല. കാരണം ഖാതിമുൻ നബിയീൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അമ്പിയാക്കന്മാരാണെങ്കിൽ പിന്നെ ഒരു തെറ്റ് സംഭവിക്കൂല. കാരണം അവർ അന്നഹും മഅസൂമൂന മിൻ കുല്ലി ദൻബിൻ വ ഖതിയത്തിൻ ഖബല നുബുവത്തി വ ബഅദഹാ. നുബുവത്തിന്റെ മുമ്പ് നുബുവത്തിന്റെ ശേഷം പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരാണ് അമ്പിയാക്കന്മാർ. ഒരു തെറ്റ് സംഭവിക്കൂല. പിന്നെ നേരത്തെ ഔലിയാക്കന്മാർ മഹ്ഫൂദീങ്ങളാണ്, വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്നവർ. കാന്തപുരം അമ്പിയാവുമല്ല, നമ്മളെ അഭിപ്രായത്തിൽ ഔലിയാവുമല്ല. പിന്നെ എപ്പോഴും തെറ്റ് സംഭവിക്കാൻ നമ്മളെ പോലെ സംഭവിക്കാം. അങ്ങനെ ചാൻസ് കിട്ടിയാൽ, അങ്ങനെ ഉസ്താദിന് മുടി കൊടുക്കുന്ന ആളാകുമ്പോൾ ചാൻസ് കിട്ടിയാൽ ഒന്ന് പോയി കാണാമായിരുന്നല്ലോ. അന്ധമായി നിങ്ങൾ ഉസ്താദിനെ അംഗീകരിച്ചതാണ് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള തകരാറ്. പിന്നെ പരിശോധിക്കാൻ പോണേ ഞാൻ. സഹോദരന്മാരെ, നമ്മൾ വിശ്വസിക്കേണ്ടവരെ വിശ്വസിക്കണം. നല്ലൊക്കെ അങ്ങനെ പറഞ്ഞോളൂ. നമ്മൾ വിശ്വസിക്കേണ്ടവരെ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാലോ? വിശ്വസിച്ചാൽ വഞ്ചിക്കരുത്. കായ് വാങ്ങിയാ തിരിച്ചു കൊടുക്കണം. എന്തിനാണോ വാങ്ങിയതെങ്കിൽ ആ പണി നടത്തണം. അല്ലെങ്കിൽ അതിന്റെ പേര് വഞ്ചനാണ്. വഞ്ചിക്കുന്നവർ മുനാഫിക്കുകളാണ്. ഈ വേമക്ക് ഉസ്താദിനോടൊക്കെ പറഞ്ഞു കൊടുക്കണം നല്ലതാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ വയലും ഹിസാബും കാര്യങ്ങളൊക്കെ കേൾക്കുന്നവർക്ക് പറഞ്ഞവർക്ക് അതൊന്നുമില്ല. അതാണ് ഈ പറ്റിയ തകരാറൊക്കെ. അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടന്നാൽ അത് പൊതുജനങ്ങൾക്ക് കേൾപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. ഈ മുടി കൊടുക്കുന്നതിന് മുമ്പ് അവർ പറഞ്ഞതെന്താ? ഇത് റസൂലുള്ളാഹിയുടെ സ്വപ്നം കാണിച്ചിട്ടാണ്. ഞാനതിനെ പറ്റി കൂടുതൽ പറയുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ? ബഹുമാനപ്പെട്ട പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, ത്വരീഖത്തുൽ സമഗ്ര പഠനം. വലിയൊരു പുസ്തകമാണ് ത്വരീഖത്തുൽ സമഗ്ര പഠനം. ആ പുസ്തകത്തിന്റെ 50-ാമത്തെ പേജ് കേരളത്തിൽ വന്നിട്ടുള്ള സകലമാന മശായിഖന്മാരെ എതിർത്തിട്ടുണ്ട്. തൃപ്പനത്തിൽ എതിർത്തിട്ടുണ്ട്. അവിടുത്തെ കൊടിമരത്തെ വിമർശിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കന്യാന മൗന മഹാനവറുകളെ വിമർശിച്ചിട്ടുണ്ട്. അരിമ്പ്രസ്ഥാനെ വിമർശിച്ചിട്ടുണ്ട്. കേരളത്തിൽ വന്നുപോയ സകലമാന മശായിഖന്മാരെ ചീത്ത പറയാനും അവരെ പിഴച്ചവരായി ചിത്രീകരിക്കാനും മുസ്ലിം എഴുതിയിട്ടുള്ള പുസ്തകമാണ് സമഗ്ര പഠനം. മറിച്ചുണ്ടെങ്കിൽ പറ. ആ പുസ്തകത്തിന്റെ 50-ാമത്തെ പേജിൽ അദ്ദേഹം എഴുതിയ ഭാഗം വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ വാക്ക് ശ്രദ്ധിച്ചോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ ദർശിച്ചതായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് നേരിട്ട് സംബോധന നടത്തി ചില കാര്യങ്ങൾ കൽപ്പിക്കുകയും മറ്റു ചിലത് വിരോധിക്കുകയും ചെയ്തതായും വാദിക്കാൻ വരെ ധൈര്യപ്പെടുന്ന ചിലരുണ്ട്. മറ്റു ചിലർ ഉണർച്ചയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദർശിച്ചതായും വാദിക്കുന്നു. ഇതുകൊണ്ട് നാശത്തിൽ അകപ്പെടുകയാണവർ. നബി തങ്ങൾ ഇന്നത് എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് വല്ലവനും പറഞ്ഞാൽ അവൻ നാശത്തിൽപ്പെട്ടു എന്നാണ് പൊന്മള എഴുതിയിട്ടുള്ളത്. നമ്മൾ വാക്കുകൾ സ്വീകരിക്കണ്ട. അതടിസ്ഥാനത്തിൽ ഈ പറഞ്ഞതിന്റെ സ്വപ്നം കാണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആ മൊഴി യാഥാർത്ഥ്യമാണെന്ന് പരിശോധിക്കുക. നമ്മൾ കൂടുതൽ തല്ലും പൊടിയും വാക്കാണെന്ന് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മളതൊന്ന് പരിശോധിക്കുക. എന്താ പരിശോധിക്കേണ്ടത്? അതിന് നിഴലുണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങ് മാത്രമല്ല, അതുകൊണ്ട് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞാൽ കത്തിച്ച് പരിശോധിക്കണം. അത് കത്തിക്കുന്നത് പ്രവാചക നിന്നയല്ല, അത് കത്തിക്കുന്നത് അനാദരവല്ല, അതിന്റെ സ്വീകാര്യത ശരീരത്തെ ബോധ്യപ്പെടുത്താനാണ് എന്ന് നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞു. അത് നിങ്ങളും അംഗീകരിച്ചതാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ കൂട്ടുമല ബാപ്പുസ്താദ് സമസ്തയുടെ തീരുമാനം നയം പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കും. അങ്ങനെ പ്രവാചകന്റെ മുടിയാണെന്ന് തെളിയിക്കൽ കത്തിക്കൽ കൊണ്ടേ സാധിക്കുള്ളൂ എങ്കിൽ അത് കത്തിച്ച് തന്നെ കാണിച്ചു കൊടുക്കണം. ആണോ? കത്തിച്ചിട്ടേയാണോ അത് തെളിയിക്കാൻ സാധ്യതയുള്ളൂ എങ്കിൽ സാധിക്കുമെങ്കിൽ അത് കത്തിക്കണം. ആ കത്തിക്കുന്നത് എന്താണ്? പ്രവാചകന്റെ മുടിയാണെന്ന് തെളിയിക്കലാണ് ഇന്ന് ആവശ്യം. ഇത്രയും ജനങ്ങൾ ഒന്നിച്ച് ഈ കാര്യത്തിൽ വളരെ അങ്ങേയറ്റത്തെ ആശങ്കയോടുകൂടി അവരെല്ലാവരും നോക്കി നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതിന്റെ യഥാർത്ഥം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയണം. അതറിയാൻ ഇങ്ങനെ കത്തിച്ചേ കഴിയുള്ളൂ എങ്കിൽ കത്തിച്ച് കാണിച്ചു കൊടുക്കണം.
പ്രവാചകന്റെ മുടിയെ നിന്ദിക്കലല്ലാതെ കണ്ടോ? അത് പ്രവാചകന്റെ മുടിയെ നിന്ദിക്കലല്ല. തർക്കം വരുമ്പോൾ അത് കത്തിച്ചാലേ അതിന് തീരുമാനമുണ്ടാകുള്ളൂ എങ്കിൽ കത്തിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് നിന്ദിക്കാൻ നിലക്കല്ല. പ്രവാചകന്റെ മുടിയുടെ ശ്രേഷ്ഠത ഒന്നും കൂടി ലോകത്തിന് കാണിച്ചു കൊടുക്കലാണ്. കണ്ടോ? അപ്പൊ അങ്ങനെ കത്തിച്ചിട്ട് മർക്കസിന്റെ മുടി കത്തുന്നില്ലെങ്കിലോ നബി തങ്ങളുടെ മുടിയാണോ സ്ഥിരീകരിക്കും. എല്ലാവരും അത് അംഗീകരിക്കും. കാന്തപുരത്തിന് മഹത്വം കൂടും. എല്ലാവരും അംഗീകരിക്കേണ്ടി വരും. അതാണ് യാഥാർത്ഥ്യം. എന്തേ നിങ്ങൾ അതിന് മുതിരാതിരുന്നത്? അപ്പൊ മറുപടി കത്തിക്കാൻ പാടില്ല. എന്നാ കത്തിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. കത്തിക്കാൻ പറ്റുമെന്ന് പകര ഹസന് പ്രസംഗിച്ചിട്ടുണ്ട്, മംബീദി ഹസന് പ്രസംഗിച്ചിട്ടുണ്ട്, സുന്നി വോയിസിൽ എഴുതിയിട്ടുണ്ട്, പൂങ്കാവനത്തിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ സെൻസിംഗ് ആണ് നിങ്ങൾക്കല്ലാന്ന് പറഞ്ഞത്. നിങ്ങൾ പൂങ്കാവൻ നിങ്ങൾക്കല്ലാന്ന് പറയും, സുന്നി വോയിസ് നിങ്ങൾക്കല്ലാന്ന് പറയും. കുടിയാ പിന്നെ സാധനങ്ങൾക്കല്ല, ആളുകൾക്കല്ല. അങ്ങനെ നിങ്ങൾ പറയാനുള്ളത്. സാന്ദർഭികമായിട്ട് ഇതൊന്ന് വായിക്കാം. ഇതെന്താ നിങ്ങള്? ഇത് നിങ്ങളുടെ പൂങ്കാവനമാണ്. 2005 മെയ് മാസത്തിലിറങ്ങിയ പൂങ്കാവനത്തിന്റെ 65-ാമത്തെ പേജിൽ എന്താ അതില്? ഹസ്രത്ത് ബാൽ കാശ്മീരിന്റെ വരദാനം എന്ന ഹെഡിങ്ങിൽ ഒരു ലേഖനമുണ്ട്. അതിന്റെ ഭാഗം പ്രശസ്തമാകുന്നു, വായിക്കാം. തിരുമുടിയുടെ വിശ്വാസന ഉറപ്പുവരുത്താൻ ഔറംഗസേബ് പല പരീക്ഷണങ്ങളും നടത്തി. സൂര്യപ്രകാശത്തിൽ വെച്ചപ്പോൾ നിഴലുണ്ടായില്ല, തീയിലിട്ടപ്പോൾ കത്തിയില്ല, മധുരം പുരട്ടിയപ്പോൾ ഈച്ചകൾ അടുത്തില്ല. ഇങ്ങനെ ഔറംഗസേബ് പരീക്ഷണം നടത്തിയെന്ന് നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അതെങ്കിലും നിങ്ങൾക്ക് അംഗീകരിച്ചൂടെ? ഇത് പൂങ്കാവനത്തിൽ എഴുതിയതാ. ഇത് നോക്കൂ, നിങ്ങളുടെ സുന്നി വോയിസിന്റെ ഒരു പേജാണ്, സുന്നി വോയിസ് എന്നാലുള്ളത്. ഈ പുണ്യകേശം കൊട്ടാരത്തിലെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ പരിശോധനയ്ക്ക് വെച്ചു. പണ്ഡിതന്മാർ പുണ്യകേശത്തിന്റെ യാഥാർത്ഥ്യം സ്ഥിരീകരിച്ചു. എങ്ങനെ? പണ്ഡിതന്മാർ പുണ്യകേശത്തിന്റെ യാഥാർത്ഥ്യം സ്ഥിരീകരിച്ചു എങ്കിലും ഔറംഗസേബ് മറ്റു പരിശോധനകളിൽ ഏർപ്പെട്ടു. റസൂലിന്റെ പുണ്യകേശം അദ്ദേഹം സൂര്യപ്രകാശത്തിന് അഭിമുഖമായി വെച്ചു. മറ്റു വസ്തുക്കൾക്കുണ്ടാകുന്നത് പോലെയുള്ള നിഴൽ ഇതിന് ദൃശ്യമായില്ല. പിന്നീട് അദ്ദേഹം പുണ്യകേശം തീയിൽ കാണിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, തീ അതിനെ സ്പർശിക്കുക പോലും ചെയ്തില്ല. പിന്നീട് മധുരം പുരട്ടി ഒരു കടലാസിൽ വെച്ചു. ഒരു ചെറുകീടം പോലും അതിനടുത്തേക്ക് അടുത്തില്ല. അതിൽ ആശ്ചര്യവാനായ ഔറംഗസേബ് ഇത് അജ്മീർ ഷരീഫിൽ സൂക്ഷിക്കാൻ ഉത്തരവിട്ടു. ഇത് നിങ്ങൾ സുന്നി വോയിസിൽ എഴുതിയാണ്. ഇതെങ്കിലും നിങ്ങൾക്ക് അംഗീകരിച്ചൂടെ? അപ്പൊ ഈ അടിസ്ഥാനത്തിൽ തർക്കങ്ങൾ വന്നാൽ തർക്കം തീർക്കാൻ കത്തിക്കുന്നത് അനാദരവല്ല എന്ന് നിങ്ങളും എഴുതിയിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മളും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ തീർത്തി മസ്ലഹത്തിന്റെ മാർഗം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ദീനിന്റെ ഖൈറിന് വേണ്ടി നമ്മൾ ചെയ്യണമെന്ന് മാത്രമാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നത്. മറ്റൊരു തട്ടിപ്പ് പൊടിയാണ്. ഞാൻ ആ പൊടിയെ പറ്റി പറയുന്നില്ല, അത് ഒരുപാട് നമ്മൾ കേട്ടതാണ്. ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ 11-ന് കുണ്ടൂരിൽ ഉറൂസിന്റെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് കാന്തപുരം പറഞ്ഞു, ഇതാ ഞാൻ ഈ റബീഉൽ അവ്വൽ 12 കൊടുക്കുന്ന മുടിയിട്ട വെള്ളത്തിൽ ഞാൻ പൊടിയും കൂടി കലക്കിയിരിക്കുന്നു. ഞാൻ ആ പ്രസംഗം ഒന്ന് കേൾപ്പിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. ആയിക്കോട്ടെ, ഞമ്മക്ക് അതിനൊന്നും വിഷമമില്ല. പക്ഷെ ഉസ്താദ് ഈ പുസ്തകം മറന്നതിൽ നമുക്ക് സങ്കടമുണ്ട്. ഇത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എഴുതിയ പുസ്തകമാണ്. അൽ ഹജ്ജ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. അദ്ദേഹം ആ പുസ്തകത്തിൽ പറഞ്ഞതെന്താ? അങ്ങനെ പരിശുദ്ധമായ റൗള ഷരീഫിന്റെ ആ റസൂലിനെ അവർ തുടക്കാറുണ്ട്, ചന്ദനപ്പൊടി ഇടാറുണ്ട്, ആ നെറ്റിലൂടെ കാറ്റ് കിടക്കാറുണ്ട്, പൊടി കിടക്കാറുണ്ട്. അതൊക്കെ പാടെ വടിച്ചിട്ട് ഒരാൾ സൂക്ഷിച്ചു, അയാളെ കാന്തപുരത്തിന് കൊടുത്തു. അങ്ങനെ കൊണ്ടുവന്നു, അത് വെള്ളത്തിന് കലക്കിയിട്ട് കുലുക്കി ജ്യൂസാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തു എന്നാണ് ഉസ്താദ് പറഞ്ഞത്. എന്നാൽ ഈ പുസ്തകം ഉസ്താദ് എഴുതിയതാണ്. ഇതിന്റെ 268-ാമത്തെ പേജ്, 268-ാമത്തെ പേജ്, ആ പേജിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് എന്താണ്? മദീന മുനവ്വറിൽ ശ്രദ്ധിക്കേണ്ടവ എന്നൊരു ഹെഡിംഗ് ഉണ്ട്. ഇതിൽ മദീന മുനവ്വറിൽ ശ്രദ്ധിക്കേണ്ടവ എന്നൊരു ഹെഡിംഗ് ഉണ്ട്. മദീനയിൽ പാലിക്കേണ്ട മര്യാദ, അവിടുത്തെ സിയാറത്ത് കേന്ദ്രങ്ങൾ, അവിടുത്തെ പള്ളികളുടെ ചരിത്രങ്ങൾ, അവിടുത്തെ മസാറുകൾ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മദീന മുനവ്വറിൽ ശ്രദ്ധിക്കേണ്ടവ എന്നൊരു ഹെഡിംഗിൽ 9-ാമത്തെ കാര്യമായി എഴുതിയതെന്താണ്? ഇത് കാന്തപുരം അവതാരിക എഴുതിയ പുസ്തകമല്ല, അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. മദീന ഹറമിൽ വെച്ച് വേട്ടജീവികളെ നശിപ്പിക്കരുത്, അവിടെയുള്ള മരമോ ചെടിയോ മുറിക്കലും കല്ലോ മണ്ണോ ഹറമിന് പുറത്തു കൊണ്ടുപോകലും പാടില്ലാത്തതാകുന്നു. അപ്പൊ അവിടുന്ന് സപ്പോസ് മണ്ണ് കിട്ടിയാൽ തന്നെ, പൊടി കിട്ടിയാൽ തന്നെ അത് ഹറമിന് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ലെന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം എഴുതിയിട്ടുണ്ട്. ഇതടിസ്ഥാനത്തിൽ കൊണ്ടുപോകാൻ പാടില്ലെന്ന് നിങ്ങൾ എഴുതിയ അടിസ്ഥാനത്തിൽ കിട്ടിയാൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണ്. അല്ലെങ്കിൽ അത് ശരിയാണെങ്കിൽ ഇത് പച്ചക്കള്ളമാണ്. ഒന്നും നുണയാണ്, ഒരു സംശയമില്ല. നീക്കി വരാൻ പറഞ്ഞാൽ രണ്ടും കൂടി ശരിയാവില്ല. ഒന്നുകിൽ ഇത് നോണ അത് ശരി, അല്ലെങ്കിൽ അത് നോണ ഇത് ശരി. ഇത് സമുദായത്തോട് പറയണം. ഇത് മൗനം ദഹനം ദീക്ഷിക്കാൻ പറ്റൂല. ഇതൊക്കെ ഈ സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ഇവർക്ക് പിന്നെ
പിരിവിൽ ബിരുദവും നോണ പറയുന്നതിൽ ബിരുദാനന്തര ബിരുദവും നേടിയ ആളുകളാണ്. സാമ്പിൾ ഞാൻ പറയാം. വലിയൊരു നേതാവുണ്ട്, അബ്ദുസലാം മുസ്ലിയാർ ദേവർശ്വാല. അദ്ദേഹം ഒരു വലിയൊരു വിടുന്നുണ്ട്. എന്താ വിടലറിയങ്ങള്? മംഗലാപുരം ഉപ്പിനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലം എടുത്തത്. അവിടെ ഒരിക്കൽ ഇവരൊരു പരിപാടി നടന്നു. ഉള്ളാൾ തങ്ങൾ പാപ്പ പരിപാടി പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ആ പരിപാടിക്ക് സ്വാഗതം പറയുന്നത് ഒരു മൂര്യ. ഓരോ ഭാഷയാണ് ഞാൻ പറഞ്ഞത്. ഒരു മൂരി തന്നെ സമസ്തക്കാരെ പറ്റിയ പോലെ പറയുന്നത്. ഒരു മൂര്യ സ്വാഗതം പറയുന്നത്. അപ്പൊ സ്വാഗതം പറഞ്ഞതിടയ്ക്ക് ഏകസ്ഥാനം എന്തോന്ന് അയാൾ പറഞ്ഞത്രേ. അപ്പൊ ഉള്ളാൾ തങ്ങൾ പറഞ്ഞു നിക്കടാ. അപ്പൊ അയാൾ അനങ്ങാൻ കഴിയില്ല. അപ്പൊ തങ്ങളെ ഇതൊന്ന് ഇളകണല്ലോ എന്ന് പറഞ്ഞപ്പോ ഇരിക്കടാ. അയാളങ്ങനെ ഇരിക്കണം, പിന്നെ ഇളകണില്ല. ഇങ്ങനെ കറാമത്ത് ഇയാൾ പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേൾക്കി എന്നിട്ട് നമുക്ക് ചിലതൊന്ന് പറയാനുണ്ട്. മംഗലാപുരം ഭാഗത്ത് അവിടെ ഞാൻ ഇപ്പൊ അടുത്തൊന്ന് പോയി, ഉപ്പനങ്ങാടി ഭാഗത്ത്. അവിടെ പോയപ്പോ താജുൽ ഉലമ സ്റ്റേജിലുണ്ട്. അപ്പോ സ്വാഗതം പറയുന്നത് ഒരു മൂര്യ. മൂര്യ നമ്മൾ പുറത്തു വരണ്ട, ആരോടും പറയണ്ട. അത് സ്വകാര്യമായിട്ട് പറഞ്ഞ നമ്മളിവിടെ പറഞ്ഞു. ഒരു മൂര്യ സ്വാഗതം പറയാം. അവിടൊക്കെ അങ്ങനെയാണ്. മംഗലാപുരത്തൊക്കെ മൂര്യാളാണല്ലോ സ്വാഗതം പറയുന്നത്. അവിടൊക്കെ അങ്ങനെയാണ് മൂപ്പര് പറയുന്നത്. മൂപ്പര് നമ്മൾ റിവാഹത്ത് ചെയ്യാന്ന് മാത്രം. നമ്മളെ വക ഒന്നും കൂട്ടിന് ആദ്യം തന്നെ പറഞ്ഞല്ലോ. അപ്പൊ മംഗലാപുരത്ത് ഭാഗത്തൊക്കെ മൂര്യാളാണ് സ്വാഗതം പറയുന്നത്. ഓരോ സംസ്കാരങ്ങളൊന്നും നോക്കി സമസ്തയുടെ ആലിമീങ്ങളാണ് മൂര്യാണെന്ന് പറഞ്ഞത്. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. പിന്നെ വർത്താനൊക്കെ മനസ്സിലായെങ്കിൽ വലിയ വലിയ കിതാബൊക്കെ ഓതണം. തരക്കുന്നത് അടുത്തൊന്ന് പോയി, ഉപ്പനങ്ങാടി ഭാഗത്ത്. അവിടെ പോയപ്പോ താജുൽ ഉലമ സ്റ്റേജിലുണ്ട്. അപ്പോ സ്വാഗതം പറയുന്നത് ഒരു മൂര്യ. മൂര്യ നമ്മൾ പുറത്തു വരണ്ട, നമ്മളിവിടെ പറഞ്ഞു. ഒരു മൂര്യ സ്വാഗതം പറയാം. അവിടൊക്കെ അങ്ങനെയാണ്. 35 മഹലിന്റെ കാദിയാണ് താജുൽ ഉലമ. അപ്പൊ സ്വാഗതം പറയുമ്പോ ഇടക്കിടക്ക് കുത്തുന്നുണ്ട് ശൈഖുനാനെ. ഉസ്താദരങ്ങനെ കുത്തുണ്ട്, ഉസ്താദരങ്ങനെ ഇടക്കിടക്ക് കുത്തുന്നുണ്ട്. ചില ആളുകൾ അങ്ങ് അമേരിക്കയിലങ്ങ് പോയി ഒന്നും ഉണ്ടായില്ല. പെട്ടെന്ന് അങ്ങ് പോയി റഷ്യയിലേക്ക് അങ്ങ് പോയി, എന്നിട്ട് ഒരു പത്രത്തിലോ അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമായില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, താജുൽ ഉലമ അവിടെ ഇരിക്കുന്നത്. താജുൽ ഉലമ ഏൽപ്പിസ്ഥാനിക്കുമ്പോ അവര് തമാശക്കും പറയും. ഈ താജുൽ ഉലമ ഇരിക്കുക, ഏൽപ്പിസ്ഥാൻ ഇല്ലാത്ത സ്ഥലത്ത് വെച്ചെങ്ങാനും ഉസ്താദിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞോക്കട്ടെ, അപ്പൊ താജുൽ ഉലമയുടെ രക്തം അറിയാം. എവിടം തന്നെ ഞാനൊക്കെ പാതിരി ഒരു മുസ്ലിയാരെ നിലക്ക് ഞാനവിടെ പാതിരുണ്ടായിരുന്നു. അത് വലിയൊരു നോണന്റെ ഉള്ളിൽ ചെറിയ ചെറിയ നോണ വേറെ പറയണ്ടേ. ഈ തേങ്ങന്റെ ഉള്ളിൽ പൊങ്ങുണ്ടെന്നൊക്കെ പറഞ്ഞ മാതിരി ഏതാണെന്ന് അറിയില്ല. അങ്ങനെ അത് ഉള്ളാത്തകളാത്ത വിളിപ്പിച്ച വേണ്ട. അങ്ങനെ അവിടെ പോയി. അങ്ങനെ ഞാനിപ്പോ അടുത്തത് നമ്മളിവിടെ തന്നെ ഒരു സ്ഥലത്ത് പോയി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജാതി ഏതാ തിരിഞ്ഞത്. നോണല്ലേ വേദന ആൾക്കാർ വിളിച്ച് വേദ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണല്ലോ സംഘാടകർക്ക് ഇയാളെ ഏതാ ജാതി തിരിഞ്ഞത് എന്ന്. അപ്പൊ അങ്ങനെ നമ്മൾ വെറുതെ നമ്മൾ സമയം കളയണ്ട. അത് അറിഞ്ഞില്ല. അങ്ങനെ ആക്കിക്കൊണ്ടുപോയത്. അങ്ങനെ താജുലും അവിടെ വെച്ചിട്ട് ഇതൊന്നും ഇരിക്കണം അവിടെ. താജുലുമല്ലേ ഇരിക്കണ. അപ്പൊ ഈ മൂരി എന്താണെന്നറിയോ? നിങ്ങളല്ലല്ലോ ഞങ്ങളെ ഇരുത്തേണ്ടത്, ഞങ്ങൾ നിങ്ങളല്ലേ ഇരുത്തേണ്ടത്. നിങ്ങൾ ഞങ്ങളെ അതിഥിയാളല്ലേ, ഇന്നവിടെ നിൽക്കടാ. ഏറ്റവും നമ്മുടെ നേതൃത്വം, ഞാനിത് മഹിമക്ക് പറയല്ലോ, ഇന്നവിടെ നിൽക്കടാ. നിർത്ത. പിന്നെ ഈ മൂരിക്ക് അനങ്ങാൻ കഴിയുമോ? കഴിയൂല. ഇനി പുല്ല് കട്ടി കൊടുക്കേണ്ടി വരും. ഒന്നിളകണമെങ്കിൽ ഇരിക്കാൻ കഴിയുണ്ടോ? സ്വാഗതം കഴിഞ്ഞു, ഇവനങ്ങനെ നിൽക്ക. ഇരിക്കാൻ അങ്ങോട്ട് ചാവണ്ടേ? ഉപ്പാപ്പാ ഒറ്റപിടി ആ സഭീന്ന് ഉപ്പാപ്പാട് എന്നാ ഇരിക്കട അവിടെ. അപ്പോ അപ്പൊ അവിടെ ഇരുന്നു. താജുലുമന്റെ ചുവട്ടിലൊക്കെ ഇരിക്കുക. ഓ പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഒരു കാര്യം നമുക്ക് പറയാം. എന്റെ ശബ്ദം ഈ ചീർപ്പങ്ങളിൽ നിന്ന്, അതല്ലെങ്കിൽ ഓൺലൈനിലൂടെ ക്ലാസ് റൂമിലൂടെ കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ ദേവർശോൻ അബ്ദുസ്സലാം മുസ്ലിയാർ മംഗലാപുരം ഉപ്പനങ്ങാടിയിൽ നടന്നു എന്ന് പറഞ്ഞ ഈ സംഭവം, മംഗലാപുരത്ത് വേണ്ട, ഉപ്പിനങ്ങാടിൽ വേണ്ട, ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് തെളിയിച്ചാൽ ഈ അബ്ദുസ്സലാം മുസ്ലിയാരുടെ ശരിപ്പെടുത്തി നടത്താൻ ഞാൻ തയ്യാറാണ് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനൊരു സംഭവം മംഗലാപുരത്ത് വേണ്ട, ഉപ്പിനങ്ങാടിൽ വേണ്ട, ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ ഇയാൾ ഈ പറഞ്ഞതുപോലെ സംഭവം ഈ ലോകവും സംഭവിച്ചെന്ന് പറഞ്ഞാൽ അയാളുടെ ശരിപ്പെടുത്തി ഞാൻ നടക്കും. ഈ പണിയാണ് നിർത്തിയത്. തോന്നിയാസം പറയാൻ പാടില്ല.
പച്ച നുണ പറയും, പച്ച നുണ പറയും. ഈ സമുദായത്തെ വഞ്ചിക്കാൻ, ഉസ്താദുമാരെ കറാമത്ത് പറയാൻ, പച്ചക്കളവ് പറഞ്ഞാൽ പിടികൂടും ഈ സമുദായം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ നുണകളൊന്നും പറയുന്നത് പച്ച നുണ. എങ്ങനെ നുണ അറിയാതെ ഉസ്താദ് അജാരി നുണല പറയുന്നത്? അവനാണിങ്ങൾ പറയാൻ പറ്റുമോ? ഞാനത് കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അവ ചുരുക്കത്തിൽ ഈ കൊണ്ടുവന്ന മുടി, നമ്മൾ മുടിക്ക് തന്നെ പോവാ, നമ്മളെ മാദ്ദ അതാണല്ലോ. അപ്പൊ ഈ മുടി വിവാദമാണ്. നമ്മൾ ആദ്യം മുടി എതിർക്കാൻ കുറെ കാരണങ്ങളുണ്ട്. ഞാൻ അതൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ കാര്യത്തിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. നമ്മൾക്കറിയാം, ഈ മുടി കൊണ്ടുവന്ന ഒരു വിവാദമായപ്പോൾ ആ മുടിക്ക് യഥാർത്ഥമായ സനദില്ല, കൈമാറ്റ പരമ്പരയില്ല. അത് ഉണ്ടാക്കിയതാണെന്ന് ആരോപണം വന്നപ്പോൾ ഏകദേശം ഒരു 1.5 കൊല്ലം മുമ്പ് മർക്കസിലെ 7 കൊല്ലത്തെ അധ്യാപകനും ഉസ്താദിന്റെ അടുത്താണ് ഓഫീസിലെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന മറിയമ്മ മുഹമ്മദ് സത്താർ. അദ്ദേഹം അതിൽ നിന്ന് പോകുന്ന ഇവരൊക്കെ സത്താർ സാഹിബ് പറഞ്ഞല്ലോ. അദ്ദേഹം മനസ്സാക്ഷി കുത്തുകൊണ്ട് സത്യത്തിന്റെ മേലിൽ നിൽക്കണമെന്ന ഉത്തമ ബോധമുണ്ടായതുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് മാറി നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ മുടിക്ക് സനദില്ല മക്കളെ. ഇന്നോടാണ് ഉസ്താദ് സനദുണ്ടാക്കാൻ പറഞ്ഞത്. ഞാനും കുറച്ച് ആളുകൾ കൂടിയിട്ടാ സനദുണ്ടാക്കിയത്. സോലഹ് സഖാഫിയുണ്ട്, മജീദ് ബാഖവിയുണ്ട്, ഞങ്ങൾ കുറച്ചാളുകൾ കൂടിയിട്ടാ സനദുണ്ടാക്കിയത്. ഉണ്ടാക്കാൻ കാരണം അവിടെ ഒരു അറബി വന്നപ്പോൾ ആ അറബിയോട് ഇവിടെ ചാരേ മുബാറക് ഉണ്ടെന്ന് പറഞ്ഞു കുടുങ്ങി. അപ്പൊ അയാൾ പറഞ്ഞു, നിനക്ക് വേണോ? അങ്ങനെ ഒന്ന് കൊടുത്തു. അയാളെ കൊണ്ട് അബുദാബിയിൽ പോയതിനു ശേഷം സനദോട് എന്ന് ചോദിച്ചു കാന്തപുരത്തിന് വിളിച്ചു. അപ്പൊ കാന്തപുരം ഇവിടെ ഏത് തരത്തിലുള്ള സനദം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്? ഏത് തരത്തിൽ ഉണ്ടാക്കി കൊടുക്കും? അതിനെ തൊലിക്കത്ത് കൂടെ വേണോ? കുത്തുബുദ്ദീൻ ഫിർദൗസിയുടെ വേണോ? ബറക്കാതി സാദാത്യങ്ങളുടെ വേണോ? ഏത് തരത്തിൽ സനദ് ഉണ്ടാക്കി കൊടുക്കും? അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതാണെന്ന് സനദ് ഉണ്ടാക്കാൻ കൂടിയ ആള് മറിയമ്മ സഖാഫി വെളിപ്പെടുത്തുന്നുണ്ട്. അതൊന്ന് കേൾക്കും. ഏതായാലും 2004 അത് കൊണ്ടുവന്നു. അങ്ങനെ പിന്നീട് അതിന് ഒരു പല ഭാഗത്തുനിന്നും സംശയങ്ങൾ വന്നപ്പോ ഹമീദ് ഫൈദി അടക്കം ഫോൺ ചെയ്തു, പലരും അങ്ങോട്ട് ഫോൺ ചെയ്തു. അപ്പൊ നിന്ന് ആധികാരികമാക്കാൻ വേണ്ടി അതിനൊരു സനദുണ്ടാക്കണം. അതിന് ഹമീദ് ഫൈദി മുടിക്കിട്ട് എന്ന സമയത്ത് അദ്ദേഹത്തിന് കൈമാറിയ പോലെ ഒരു സാക്ഷ്യപത്രം ഈ കുട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊരു 5-6 പേരുണ്ട്. ആ പേര് എന്റെ കയ്യിൽ തന്നിട്ട് പണി തുടങ്ങാൻ പറഞ്ഞു. അപ്പൊ പള്ളിക്ക് തർക്കമിടാൻ തെറ്റല്ല. ഇതുപോലെ അന്ന് എന്നോട് പണി തുടങ്ങിയേക്കാൻ പറഞ്ഞു, സനദിന്റെ തർക്കമിടല്. അത് ഞാൻ ഇട്ട് വെച്ചു. ഒരു 5-6 പേരെല്ലാം എന്റെ കയ്യിൽ തന്നത് ഞാനെല്ലാം ടൈപ്പ് ചെയ്ത് പ്രിന്റത്തോടെ കൊടുത്തു. പിന്നെ അതിന്റെ ആദ്യം അവസാനം ഉണ്ടാവണം. കാരണം ഇത് റസൂലിലേക്ക് എത്തണല്ലോ. ബോംബെക്കാരെ ഒരു 5-6 കച്ചവടക്കാർ കൂടിയാൽ സനദാവും. ഇവരെ വേറെ ഇതിലുള്ളത്. പിന്നെ അത് പൂർത്തിയാക്കാൻ വീണ്ടും ഒരവസരം വന്നു. അതെനിക്കല്ല അവസരം വന്നത്. കാരണം എന്താ, ഒരു അറബി പ്രമുഖൻ മർക്കസിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് മർക്കസിനെ പറ്റി ഇത് ഏകദേശം 1.5 കൊല്ലം മുമ്പ് അദ്ദേഹം പറഞ്ഞ വാക്കാണ്. ഇതേ വിഷയമാണ് ജിസാൻ മാഹിപ്പർക്ക് സീഡിയിലുള്ളത്. നമ്മൾ ആലോചിക്കണം. അതേ വിഷയം തന്നെയാണ് ജിസാൻ മാഹി ഇറക്കിയ സീഡിയിലും ഈ വിഷയത്തെ പറ്റി പറയുന്നത്. അപ്പൊ 1.5 കൊല്ലം മുമ്പ് ഇദ്ദേഹം ഇത് പ്രസംഗിച്ചത് കേരളത്തിലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കേൾപ്പിച്ചു. ഇന്ന് വരെ അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല. മർക്കസിനെ പറ്റി പരിചയപ്പെടുത്തി ഇങ്ങനെ ഇവിടെ ഷെയർ മുബാർക്ക് ഉണ്ടെന്ന് അയാളോ പറഞ്ഞു കുടുങ്ങിയപ്പോ അയാൾ പറഞ്ഞു, ഒന്ന് എനിക്ക് വേണമെന്ന് പറഞ്ഞു. അയാൾ മുടിയുമായിട്ട് പോയി. ഇവിടുന്ന് ജോലിയിലേക്ക് മുടിയായിട്ട് അങ്ങോട്ട് പോവുക. ഇതിങ്ങനെ പരിപാടി. അപ്പൊ അങ്ങോട്ട് പോവുക, കൊച്ചിനെ പോയി ഇങ്ങോട്ട് വരിക. ആദ്യം ബോംബെ ഇങ്ങോട്ട് കൊണ്ടുവന്നു 2004. പിന്നെ ഇത് കള്ളക്കളി ജനങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന് തോന്നിയപ്പോ ബ്ലാക്ക് മണി വൈറ്റാക്കാണ്ടിരിക്കുന്ന മാതിരി ബോംബെന്ന് യുഎക്ക് കൊണ്ട് അങ്ങനെ ഹദ്രജിയിലൂടെ അങ്ങോട്ട് കൊണ്ടുവന്നല്ലോ. യുഎന്ന് അങ്ങോട്ട് കൊണ്ടുവന്നില്ല. പക്ഷെ അതിന്റെ മുമ്പ് പറഞ്ഞ അങ്ങോട്ടൊരു കൊണ്ടുവരവുണ്ട്. ആ കൊണ്ടുവന്നതിന് ശേഷം അതിനൊരു സനദ് അയാൾ ചോദിച്ചു. മുടി കൊണ്ടുപോയ അറബി ഒരു സനദ് ആവശ്യപ്പെട്ടു. അറബിയുടെ മുമ്പിൽ രക്ഷപ്പെടാൻ ഒപ്പിച്ച പണിയായിരുന്നു ഇത്. അത് ചെയ്ത ആളിപ്പോഴും മർക്കസിൽ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ പറയാലല്ല, എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നവരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ വെറുതെ എന്നെ വിളിച്ചതിന് എന്നെ ഭീഷണിപ്പെടുത്തണ്ട. എന്നോട് ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ പണി പൂർത്തിയാക്കിയാൽ ഇപ്പോഴും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. കണ്ടോ, ഈ പണി പൂർത്തിയാക്കിയാൽ ഇപ്പോഴും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. മറിയമ്മ സഖാഫി മരിച്ചിട്ടില്ല, ഹയാത്തിലുണ്ട്. പരസ്യമൊക്കെ പറഞ്ഞതാണ്. ഇപ്പോഴും ജോലി ചെയ്യുന്ന ആളുകളാണ്. മജീദ് ബാഖവിയ, അയാൾ ഇന്നും മർക്കസിനകത്ത് ജോലി ചെയ്യുന്ന ആളാണ്. എന്താ നിങ്ങൾ ഇതിന് മറുപടി പറയാത്തത്? നിങ്ങൾ മുഖാമുഖം ഗണ്ണനൊക്കെ അതൊക്കെ കേട്ടാ ചാടുന്ന ആളുകളല്ലേ. എന്താ ഇപ്പൊ നിങ്ങൾ മിണ്ടാത്തത്? നിങ്ങൾ പുറത്തേക്കിട്ട് വരി, എന്നിട്ട് വേണം ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ. അയാൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ, പ്രവാചകനോട് സ്നേഹമുണ്ടെങ്കിൽ അയാൾ ചെയ്യേണ്ടതെന്താ? അയാൾ ഇനി അവിടെ നിൽക്കാൻ പറ്റുമോ?
അയാൾ അന്നവിടെ നിൽക്കാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങൾക്കിപ്പോ എന്നെ പറ്റി നേരത്തെ വിചാരിച്ചല്ലേ ഏതാണ്ട് ചങ്ങായും അങ്ങനൊക്കെ ആണെങ്കിലും ഇപ്പൊ അങ്ങനെ വലിയ ആളെങ്ങനെ പ്രസംഗിക്കുന്നെങ്കിൽ അപ്പൊ എനിക്ക് നിന്നില്ലേ ഞങ്ങളങ്ങനെ വിചാരിച്ചിനി. നിങ്ങളോട് പോന്നപ്പോ ഞങ്ങളെ വിചാരമൊക്കെ ഡിലീറ്റ് ആക്കിയതാണ്. പണിന്റെ വിധിയില്ല. ഞാൻ ചെയ്ത പണി ഞാൻ പറഞ്ഞല്ലോ. എന്റെ കയ്യിൽ തന്നെ ഫ്രെയിമിലുള്ള 5-6 പേര് അത് ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുത്തു. അത് ആ കടലാസിനുള്ള പേരാണ്. പക്ഷെ അതിന്റെ അപ്പുറം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നീട് ഈ പണി പൂർത്തിയാക്കിയത് ഇപ്പോഴവിടെ ജോലി ചെയ്യുന്ന ആളാണ്. അയാൾ പൂർത്തിയാക്കിയത് എങ്ങനെയാ? അത് മറ്റൊരു കാതിരി തരീക്കത്തിന്റെ സിൽസിലയും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പേരും എല്ലാം കൂടി ചേർത്തിട്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അങ്ങനെ റസൂലുള്ളാഹിന്റെ അടുത്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് ഇത് സനദ് ഉണ്ടാക്കാൻ കൂടിയാണ് പറയുന്നത്. ഇനി സനദ് ഉണ്ടാക്കാൻ കൂടിയ രണ്ടാമത്തെ ആളാണ് സോലിഹ് സഖാഫിയാണ്. അദ്ദേഹം ഇതേ വിവരാ പറയുന്നത് സനദ് ഉണ്ടാക്കിയ രൂപം. അത് ജിഷാനോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാ സനദ് ഉണ്ടാക്കിയത്. ആ വിവരം ജിഷാൻ പറയുന്നു. അതും സാന്ദർഭികമായിട്ടൊന്ന് കേൾക്കും. അപ്പൊ സനദ് ഉണ്ടാക്കാൻ കൂടിയത് 3 ആളാണ്. സോലിഹ് സഖാഫി, മലയമ സഖാഫി, മുഹമ്മദ് ബാക്കവി. ഈ ബാക്കവി അപ്പൊ ഈ മജീദ് ബാക്കവി, ഇനി മുഹമ്മദ് ബാക്കവി എന്നാണ് അതിന് വേഗം സൈക്കിൾ എടുത്ത് കൊണ്ട മജീദ് ബാക്കവി. ചിലപ്പോ അങ്ങനെ കഥക്ക് നോക്കിയിട്ടേക്കാണ് സൈക്കിൾ എടുത്ത് കൂടാ. അപ്പൊ ഈ മജീദ് ബാക്കവി 3 ആളുകൾ. അതിൽ ഒരാൾക്ക് നമ്മുടെയൊക്കെ തോന്നിട്ട് സത്യം പറഞ്ഞു. ഈ രണ്ടാമത്തെ ആള് സോലിഹ് സഖാഫിയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ വേദിയിൽ വെച്ച് എനിക്ക് പറയാൻ പറ്റൂല. അദ്ദേഹം ഇന്ന് ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഈ സനദ് ഉണ്ടാക്കിയ രൂപം ജിഷാനോട് പറഞ്ഞിട്ടുണ്ട്. അത് ജിഷാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതൊന്ന് സാന്ദർഭികമായിട്ട് കേൾക്കും. ഏതായാലും സാലിഹ് ഇതിന്റെ കൂടുതൽ ചിത്രങ്ങൾ എനിക്ക് തന്നു. ഞാൻ സാലിഹിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ സനദ് ഉണ്ടാക്കിയത്? ഒന്നാമത്തെ ചോദ്യം ചോദിച്ചപ്പോ സാലിഹ് പറഞ്ഞു, സത്യത്തിൽ മർക്കസിലേക്ക് ജാലിയവാല എന്ന് പറയുന്ന ബോംബെക്കാരൻ അദ്ദേഹം കൊടുത്തയച്ച 3 മുടികൾ. അപ്പൊ 3 മുടികൾ കൊടുത്തയച്ചു. അതെ, അദ്ദേഹം 3 മുടികൾ കൊടുത്തയച്ചു. പക്ഷേ ഇന്നും പലരും ജാലിയവാല കൊടുത്തയച്ച 2 മുടി എന്നാണ് പറയാറുള്ളത്. പക്ഷേ ആ 1 മുടി എവിടെ പോയി എന്നുള്ള സംബന്ധിച്ച് പല ആളുകൾക്കും ഈ വിഷയ സംബന്ധമായി അറിയില്ല എന്നതാണ് ഒരു പരമാർത്ഥം. അത് അബുദാബിയിലുള്ള UAE സ്വദേശിയായ ഒരു ഹാഷിമി കുടുംബത്തിൽപ്പെട്ട ഒരു സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ മർക്കസിലേക്ക് വരികയും അദ്ദേഹം മർക്കസിന് സാമ്പത്തികമായും എല്ലാ നിരക്കും ഒരുപാട് സഹായം ചെയ്ത വ്യക്തിയായതുകൊണ്ട് തന്നെ അദ്ദേഹം കാന്തപുര ഉസ്താദിനോട്, എനിക്ക് കാന്തപുര ഉസ്താദ് എന്റെ കയ്യിൽ 3 ഷെയർ മുബാറക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അതിൽ 1 മുടി എനിക്ക് തരണം ഷെയ്ഖ് അബൂബക്കർ എന്ന് ആവശ്യപ്പെട്ടപ്പോ കാന്തപുര ഉസ്താദ് ആരും അറിയാതെ, അല്ലെങ്കിൽ മർക്കസിലുള്ള അപൂർവം ചിലർ അറിഞ്ഞുകൊണ്ട് ആ 3 മുടികളിൽ 1 മുടി ഈ പറയുന്ന ഹാഷിമിക്ക് കൊടുത്തയച്ചു. അങ്ങനെ ഹാഷിമിക്ക് കൊടുത്തയച്ചപ്പോൾ ഹാഷിമി മുടിയും കൊണ്ട് അബുദാബി UAE പോയിട്ട് അവിടെ വെച്ച് അദ്ദേഹം വിളിച്ചു ചോദിക്കുന്നു, ഇതിന് സനദ് എവിടെയെന്ന്. ഈ മുടിക്കുള്ള തിരികേശത്തിനുള്ള സനദ് എവിടെ? കാരണം അദ്ദേഹം തിരികേശാണെന്ന് വിശ്വസിച്ചിട്ടുള്ളത്. അപ്പൊ സത്യത്തിൽ ഇവര് പറഞ്ഞാൽ മതി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ തിരികേശം എന്ന് പറഞ്ഞു തന്നു, ഞങ്ങൾ സ്വീകരിച്ചു, അതിനുപരി ഈ വിഷയത്തെ സംബന്ധിച്ച് സനദില്ല എന്ന് പറഞ്ഞാൽ കഥകൾ. പക്ഷേ ഈ കുബുദ്ധിയുള്ള ചില ആളുകൾ അവിടെ മർക്കസിന്റെ ഓഫീസിലുള്ള ഒരാളത്തോളം എന്ത് ചെയ്തു? ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു വ്യാജ സനദ് ഉണ്ടാക്കി. ഇത് ഞാൻ നീട്ടിപ്പരത്തി പറയുകയാണെങ്കിൽ 5-10 ദിവസം പറഞ്ഞാൽ തീരുകയില്ല. അതുകൊണ്ട് വളരെ ചുരുക്കി മർമ്മപ്രധാനമായ വിഷയങ്ങൾ മാത്രം സ്പർശിച്ചുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ പറയുന്ന ഹാഷിമി എന്ന് പറയുന്ന വ്യക്തി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ പറയുന്ന സനദ് ഉണ്ടാക്കിയത്. ഈ സനദ് ഉണ്ടാക്കിയത് AP ഉസ്താദ് നിർദ്ദേശിച്ചിട്ടാണ്. ഈ മുടിക്ക് സനദുണ്ടാക്കിയ AP ഉസ്താദ് നിർദ്ദേശിച്ചിട്ടാണ്. മുടി കൊണ്ടുപോയ ഹാഷിമി എന്ന അറബി പ്രതിനിധി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് എന്ന് സ്വാലിഹി സഖാഫി പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അതിൽ മജീദ് ബാക്കവി ഉള്ളത് മൂപ്പരും വരുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പടച്ചോനെ പേടിയുണ്ടെങ്കിൽ നമ്മൾ ഈ വിഷയം ഇങ്ങനെ പറഞ്ഞപ്പോൾ, ഇത് കള്ളത്തരമാണ്, ഇങ്ങനെ മുടി ഉണ്ടാക്കിയ സനദ് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കൂട്ടത്തിലൊരു ആളുണ്ട്, വഹാബ് സഖാഫി മമ്പാട്. അയാൾ പറയാം, മുടി ഉണ്ടാക്കി APക്ക് സനദ് ഉണ്ടാക്കിക്കൂടെ? ഒരു വലിയ സംഭവമായിട്ട് സൗദ് പറഞ്ഞതാണ്. എന്നിട്ട് മൂപ്പര് പറയാ, സനദ് തന്നെ ഉണ്ടാക്കൽ തന്നെയാണ്. അത് നിങ്ങൾ കേൾക്കുന്നത് നമുക്ക് എന്താ സനദ് നമുക്കിത് പഠിപ്പിച്ചു കൊടുക്കണം. മുടി ഉണ്ടാക്കി APക്ക് സനദ് ഉണ്ടാക്കാൻ വയ്ക്കൂലേ? എങ്ങനെ ഉണ്ടാക്കാൻ വയ്ക്കും? സനദ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കൽ തന്നെയാണ്, അല്ലാതെ. അത് ശരി.
അത് മുടിണ്ടാക്കിയ മൂപ്പര് പറഞ്ഞു മുടിണ്ടാക്കിയാൽ നമുക്ക് സംശയമുണ്ട്. ഇപ്പൊ സത്യം കഴിഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു പോവുമല്ലോ. അത് മുടിണ്ടാക്കിയേക്ക് സനത് ഉണ്ടാക്കിക്കൂടെ? സനത് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കലെന്നെയാണ്. സാധു സനത് ഉണ്ടാക്കലല്ല, അത് ഓഫീസത്ത് കുത്തൻ ഉണ്ടാക്കലല്ല. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, അയാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അങ്ങനെ കൈമാറി ഒരു ഫുലാനിൽ എത്തിയാൽ ഈ മുടി കൈമാറി വന്ന ആളുകളുടെ പേരുകൾ കൂടിയാൽ അത് ഓട്ടോമാറ്റിക്കായി സനത് ആവനാണ്, സനത് ഉണ്ടാക്കലല്ല. അതെങ്കിലും മനസ്സിലാക്കണമെന്നതാണ്. മൈക്കട്ടും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയരുത്. ഒന്നുകൂടി ഉണ്ടാക്കി ഏപ്പിക്ക് സനത് ഉണ്ടാക്കാൻ വെക്കൂലേ? എങ്ങനെ ഉണ്ടാക്കാൻ വെക്കും? സനത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കൽ തന്നെയാണ്, അല്ലാതെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കി കൊടുക്കും. ജിബ്രീൽ കൊണ്ടുവരണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഏപ്പി മുടി വരുന്ന ഏപ്പി സാധനം കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പറഞ്ഞു. ജിബ്രീലിനെ ഇടയ്ക്ക് വലിച്ചയക്കൊന്നും വേണ്ട. ഇതാണ് സുധാനമായി വലിച്ചയച്ചില്ലേ. കാന്തപുരമുടികളൊന്നും കൊണ്ടുവന്നാൽ അയാളെ സനത് കൊണ്ടുവരണം. ജാലിയഹ്മാരുടെ മക്കളിൽ നിന്നാണെങ്കിൽ അദ്ദേഹം അതിനെ സനത് കൊണ്ടുവരണം. ജാലിയഹ്മാലയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ മുടി, അതിന്റെ ആ മുടി ജാലിയഹ്മാല ആരിഫ് ബറക്കാത്തി കൊടുത്തു. ആരിഫ് ബറക്കാത്തി കാന്തപുരത്തിന് കൊടുത്തു. എന്റെ ആ സനദിൽ ആരിഫ് ബറക്കാത്തിയുടെ പേരില്ലാതിരുന്നത്? എത്രയോ വൈരുദ്ധ്യങ്ങളാണ് അത് കാണുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ജിബിരിയിൽ കൊണ്ടുവരുന്ന സാധനം എന്താ പിന്നെ സനത് എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് കോപ്പറാട്ടിത്തരം കളിക്കണ്ട. ആ സനത് മുടി കൊണ്ടുവന്നത് ആരാണോ അയാൾക്ക് ആ സനതും കൊണ്ടുവന്ന് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കേണ്ട ബാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത്. മാത്രമല്ല, നമ്മൾ SKSF പ്രവർത്തകന്മാർ പല ഭാഗത്തും ഈ മുടി വ്യാജമാണെന്ന് ബോർഡ് വെച്ചു. അങ്ങനെ ഒരു സ്ഥലത്ത് ബോർഡ് വെച്ചപ്പോൾ SKSF കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മറുപടി, ഒരു പ്രസംഗത്തിന്റെ ഒരാളെ കൊണ്ടുവന്നു. ആരെ കൊണ്ടുവന്നത്? മുഹമ്മദ് ഫാറൂഖിനെ അയിനി കൊല്ലം സാധു നല്ല വെള്ളമൊക്കെ പറഞ്ഞ് നടക്കുമ്പോ അയാളും മുടിയിൽ കയറിയിട്ട് മുടി കുടിക്കും. അപ്പൊ അയാള് പ്രസംഗിക്കുമ്പോ നമ്മളൊന്ന് കുട്ടികളെ പേടിപ്പെടുത്താൻ വേണ്ടിയിട്ട് മൂപ്പര് യാസീനിലൊരു ആയത്ത് ഓതുമ്പോ ചിലപ്പോഴൊക്കെ സബക്കുലിസാൻ കൊണ്ട് പേക്കാവുന്നതാണ്. നമ്മൾ ആരും വിമർശിക്കുന്നില്ല, നമ്മളൊക്കെ അങ്ങനെ പറയുന്നവരാണല്ലോ. ചിലപ്പോ പേക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ പേച്ചുപോയ ആ പേച്ചോതിയതിന് അർത്ഥം കൂടി വെക്കുമ്പോൾ അതിന് ദുരൂഹത ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കി പോവുകയാണ്. ഇയാൾ പറയാണ്, ഈ ബോർഡ് കെട്ടിയിട്ടുള്ള കുട്ടികളെ നിങ്ങൾക്ക് നാളെ അള്ളാന്റെ കോടതിനെ പേടില്ലേ? ബാക്കി എന്താ? ബിമാ മൂപ്പര് പറയാൻ മാക്കാനു യക്തിബൂന് ചിലപ്പോ പിഴച്ചു പറയാം. ഞാനത് അടിവരട്ട് പറയാം, പിഴച്ചു പറയാം. പക്ഷെ യക്തിബൂൻ എന്നതിന് അർത്ഥം കൂടി പറയുമ്പോൾ അതിന് ദുരൂഹത ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഫാറൂഖ് നബി പറയട്ടെ, അവിടെ ഒരാളുടെ കയ്യിൽ നിന്നും മുടിയിട്ട വെള്ളത്തിന് പൈസ വാങ്ങിയിട്ടില്ല. ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ച ചെറുപ്പക്കാരെ, നാളെ അള്ളാന്റെ കോടതിയിൽ വരണ്ടേ മോനെ? അള്ളാന്റെ കോടതിയിൽ നിങ്ങൾക്കും വരണ്ടേ മോനെ? അള്ളാന്റെ കോടതിയിൽ കാന്തപുരത്തിനും വരണ്ടേ മോനെ? അള്ളാന്റെ കോടതിയിൽ വേറോടിനും വരണ്ടേ മോനെ? ലക്ഷക്കണക്കിന് ആളുകളിൽ കോടിക്കണക്കിന് ഉറപ്പിക പിരിച്ചിട്ട് ഇന്നുവരെ അതിന്റെ സമുദായത്തിന് കാണിച്ചു കൊടുക്കാത്ത എല്ലാ ആളുകളും പടച്ചോന്റെ കോടതിയിൽ വരണം കേട്ടോ. ഹിസാബ് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ബർസഖിയായ ലോകം എല്ലാവർക്കും ഉണ്ടെന്ന ഓർമ്മ വേണം. കയ്യിൽ കിതാബ് തരുന്ന ദിവസമുണ്ട്. ആ സമയത്ത് പടച്ചവനെ ഞാൻ ചെയ്തതിരുണ്ടല്ലോ, പടച്ചവനെ ഞാൻ പറഞ്ഞതിരുണ്ടല്ലോ, തട്ടിപ്പ് നടത്തിയതിരുണ്ടല്ലോ എന്ന ബോധം എല്ലാവർക്കും ആവശ്യമാണ്. അതാ ഞാൻ പറഞ്ഞ പ്രസംഗിക്കുന്നവർക്കൊന്നും ഈ ബോധമില്ല, പ്രസംഗിക്കപ്പെടുന്നവർക്കും ഈ ബോധം ഉണ്ടാകേണ്ട ആവശ്യമുള്ളൂ. ഇത് കെട്ടിയ കൈ റബ്ബിന്റെ മുമ്പിൽ സംസാരിക്കുമ്പോ ഈ കള്ളത്തിന് സപ്പോർട്ട് ചെയ്തതിന് ഇത് രസമില്ലേ? ഇതിങ്ങനെ അലാസ്റ്റിക് ആക്കിയാൽ റെഡിയായി മനസ്സിലാക്കിയല്ലേ? അങ്ങനൊക്കെ ഒരു കാരുണ്ട്. അടിവരടി കൊണ്ടും പറയാം. ആയത്ത് ചിലപ്പോ പേക്കാം, പക്ഷെ പേറ്റ യക്തിപൂനെ കൂട്ടിയിട്ട് അർത്ഥം പറയണത് അവിടെയാണ് വിഷയം. അപ്പൊ യക്തിപൂൻ മുടിഞ്ഞതേ ഇവിടെ പോയി, അതാണ് നമ്മുടെ വിഷയം. പറയട്ടെ, കളവ് പറഞ്ഞു ഈ കുത്തിത്തിരിപ്പിന്റെ ഇടയിൽ യാസീനൊക്കെ ഒന്ന് കുത്തൊന്ന് പഠിച്ചൂടെ? അല്ല അതെങ്കിലൊക്കെ നമ്മൾ പഠിച്ചൂടെ? ബാക്കിയുള്ള നേരമെങ്കിലും
കളവ് പറഞ്ഞതിന്റെ സാക്ഷ്യം സംസാരിക്കുന്നതാരാണ്? കളവ് പറഞ്ഞതിന്റെ സാക്ഷ്യം സംസാരിക്കുന്നതാരാണ്? കളവ് പറഞ്ഞത് വരെ ഇത്തിരി മുന്നേ അതിന് അർത്ഥം കൂട്ടി പറയാം. അപ്പൊ അത് ഇതൊക്കെ എന്താന്ന് അറിയുന്നത് അറിഞ്ഞുകൊണ്ടല്ല. ഇതിന്റെ പേരെന്താ നിങ്ങൾ? അത്തും പിത്തും അതിന്റെ പേര്, അല്ലെങ്കിൽ കുരുത്തക്കേട് അതിന്റെ പേര്. ഇതൊന്നും അറിഞ്ഞാണ്ട് പറയില്ല, അത് പറഞ്ഞൂടാണ്. പണ്ടൊരു തള്ള പറഞ്ഞില്ലേ, അത് പറഞ്ഞൂടാണ്. ഇതൊക്കെയാണ് അള്ളാഹു ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ നമ്മൾ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ചുരുക്കത്തിൽ ഈ നിരക്ക് ഈ ആയത്തുകളെ പോലും ഇതിന് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാള് വേറെ വിഷയം കൂടി പറയാണ്, സാന്ദർഭികമായിട്ട് പറയും. ഒക്കെ നമ്മൾ തുറന്ന് പറയാൻ തീരുമാനിച്ചു. കഴിഞ്ഞ 27 തീയതി പിന്നെ വേങ്ങരക്കടുത്ത് അച്ഛനമ്പലം എന്നൊരു പ്രദേശം ഈ ഫാറൂഖിനായി വയല് വന്നു. അതന്നെ എല്ലായിടത്തും പറയാം. അതല്ല എല്ലാവരും അറിയിക്കണം തന്നെ നമ്മൾ തീരുമാനിച്ചു. 27 തീയതി വയലിന് വന്നു. വയലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പിരിവ്, അത് പിന്നെ മുഖ്യമാണല്ലോ, പിരിച്ചണം. അപ്പൊ ഇയാൾ പറഞ്ഞു, റസൂലുള്ളാഹിനെ സ്വപ്നം കാണാൻ ആഗ്രഹമുള്ള ഒരു 10,000 രൂപ സംഭാവന ചെയ്യേണ്ടതാണ്. ഇയാൾ കുറെ പറഞ്ഞപ്പോ ഇയാൾ വന്നിട്ട് കൊല്ലത്തുനിന്ന് വന്നാൽ പിന്നെ ഇയാളെ മോശമെന്ന് കരുതിയിട്ട് ഒരു സാധു 10,000 രൂപ കൊടുക്കാറ്. പിന്നെ കുറെ ചോദിച്ചു, പിന്നെ ആരും കൊടുത്തില്ല. പിന്നെ പറഞ്ഞു 5,000 കാണാവുന്നതാണ്. അങ്ങനെ 5,000 കുറച്ചാളുകളായി. പിന്നെ പറഞ്ഞ് 2,500 കാണാവുന്നതാണ്. അവസാനം 100 രൂപയ്ക്ക് വരെ കാണൽ തുടങ്ങി. അപ്പൊ 10,000 കൊടുത്ത മേപ്പെട്ട് കഴിച്ചാടാ, നമ്മളെ 10,000 പോയി. കാരണം 100 രൂപയ്ക്ക് കൊടുത്തവർക്ക് ഇവിടെ കാണാൻ പറ്റും. അവിടെ ഞങ്ങൾ മറുപടിക്ക് പോയി. വരുന്ന 3-ാം തീയതി സാധുവായ ഞാനും തോട്ടുമുക്കം സഖാഫിയും ഈ വരുന്ന 3-ാം തീയതി അച്ഛനമ്പലത്ത് വലിയ സുന്നി സമ്മേളനം നടക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനെ ചൂഷണങ്ങളും തട്ടിപ്പുകളും നടത്തുക. അപ്പൊ ഏതായാലും ഇവിടൊക്കെ നമ്മൾക്ക് കാര്യം മനസ്സിലാക്കി ബോധ്യപ്പെട്ടാൽ, തെറ്റാണെന്ന് ബോധ്യപ്പെട്ട തിരിഞ്ഞുകൊണ്ട് നിൽക്കുക. അത് ഇസ്സത്താണ്, അപമാനമല്ല, അഭിമാനമാണ്. തെറ്റാണ് ബോധ്യപ്പെട്ട മാറിക്കൽ അഭിമാനമാണ്. ഇസ്സത്ത് കൂടുതലുണ്ടാകുക. അയിമത്തിനെ അള്ളി പിടിച്ച് നിൽക്കാനല്ല. അത് പേരോടത്തിനോ സഖാബി എന്നെ പറയലുണ്ട്. എനിക്ക് ബോധ്യപ്പെട്ടതേ ഞാൻ പറയലുള്ളൂ, ബോധ്യപ്പെടാത്തത് പറയലില്ല. വളരെ നല്ല സ്വഭാവമാണ്. പിന്നെ ആർക്ക് ബോധ്യപ്പെട്ട തിരുത്തും വേണം. അതും കൂട്ടത്തിൽ പറയുന്നത് നല്ലതാണ്. അദ്ദേഹം പറയട്ടെ, അദ്ദേഹം കർണാടകയിലെ പുത്തൂര് എന്ന പ്രദേശത്ത് ഇങ്ങനെ മുടി വിശദീകരിക്കാൻ പോയി. പോകുമ്പോൾ അയാൾക്ക് ഓർമ്മ സനത് നല്ലോണം നോക്കണം, കാരണം സംസ്ഥാനം മാറി പോകും, കളിയാണ് മാറും. അപ്പൊ സനത് കാണണം. അപ്പൊ അതിൽ അങ്ങനെ കാണണമെന്ന് ഉറപ്പൊന്നും മൂപ്പർക്കില്ല. അപ്പൊ കാണണം തോന്നി. അങ്ങനെ മൂപ്പർ മർക്കസ് പോയിട്ട് സനത് കണ്ട വിവരം മൂപ്പര ശൈലി പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കി എന്നിട്ട് നമുക്കൊന്ന് പറയാനുണ്ട്. ജീവിതത്തിൽ സത്യമാണെന്ന് ബോധ്യപ്പെട്ടതേ തീരായി പറഞ്ഞിട്ടുള്ളൂ. ധൈര്യത്തോടെ പറയാം. അങ്ങനെ തന്നെ പറയാനും പറ്റുള്ളൂ, ബോധ്യപ്പെടാത്ത പറയാൻ പറ്റില്ല. അങ്ങനെ പറയുമ്പോഴല്ല ഈ കുരുമാനൊക്കെ ഇവിടെ ഉണ്ടാകുന്നത്. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതേ എതിർത്തിട്ടുള്ളൂ. ധൈര്യത്തോടെ പറയാം. മഹാനായ ഉസ്താദ് അവരുടെ അടുക്കൽ ഒരു ദിവസം ഞാൻ പ്രത്യേകമായി പോയി. കാരണം മർക്കസിൽ ഒരു ഷാർ മുബാറക് ഉണ്ടെന്ന് കേട്ടു. മർക്കസിൽ ഒരു ഷാർ മുബാറക് ഉണ്ടെന്ന് കേട്ടു. ആ ഷാർ മുബാറക് ഞാൻ കണ്ടു എന്ന് മാത്രമല്ല, ബഹ്റൈനിലും മക്കയിലും അതുപോലെ തുടങ്ങി ഒരുപാട് സ്ഥലത്തുള്ള മഹാപണ്ഡിതന്മാർ അതിന്റെ ചുറ്റുഭാഗത്തിരുന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുമ്പോ, മദ്ഹ് പാടുമ്പോ, അതുപോലെ സയ്യിദ് മുഹമ്മദ് അലവിൽ മാലിക്കിയെ പോലുള്ള ലോകം അംഗീകരിച്ച പണ്ഡിതന്മാർ അതിനെ ആദരിക്കുമ്പോ അത് വിശ്വസിച്ചുകൊണ്ട് ഞാനും ആ മഹാന്മാരിരുന്ന് മദ്ഹ് പറയുന്ന സദസ്സിൽ രാത്രി ഏകദേശം 3 മണി സമയത്ത് ഇരുന്ന് മൗലിദോതിയേറി എനിക്ക് ഓർമ്മയിലുണ്ട്. പക്ഷേ അത് എന്റെ സ്വന്തം വിശ്വാസത്തിനാണ്. കർണാടകയിലെ പുത്തൂരിൽ അതിനെക്കുറിച്ചൊരു പ്രസംഗം നടത്താൻ പോകേണ്ട ആവശ്യം വന്നു. അന്ന് ഞാൻ ഉസ്താദിനോട് അതിന്റെ സെനതൊന്ന് കാണാൻ വേണ്ടി ഞാൻ മർക്കസിലേക്ക് പോയി. ചെന്ന ഉടനെ അതാ ഉസ്താദിന്റെ കൂടെ ഭക്ഷണം കഴിച്ചു മറ്റ് വിദേശ പ്രതിനിധികളുമുണ്ട്. അത് കഴിഞ്ഞ് റൂമിലേക്ക് ഞാൻ കയറിയത് അതിന്റെ സെനത് ചോദിക്കാനാണ്. ഉസ്താദ് നേരെ ബാത്റൂമിലേക്ക് പോയത് കൊണ്ട് അവിടെ കണ്ണാടിയിലാക്കി വെച്ച ഒരു കണ്ണാടിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗദാ ശരീഫിന്റെ ചിത്രം കണ്ടപ്പോ ഞാൻ അതൊന്ന് വെറുതെ നോക്കാൻ വേണ്ടി അടുത്തു ചെന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക് ഉസ്താദ് അവർക്ക് ബറക്കാത്തി സയ്യിദന്മാര് മുഖേന കിട്ടിയ സനദ് അച്ചടിച്ചിട്ട് കണ്ണാടിയിലാക്കി വെച്ചതാ കണ്ടത്. ബാത്റൂമിൽ ഇറങ്ങി ഉസ്താദ് ചോദിച്ചു, എന്തിനാ പേരോടെ വന്നത്? ഞാൻ പറഞ്ഞു, വന്ന കാര്യം എനിക്ക് കിട്ടി, അതുകൊണ്ട് ഞാൻ പോവുകയാണ്.
ഉടനെ എന്റെ മൊബൈൽ ഫോണിൽ ഞാൻ അടുത്തുള്ള കുട്ടിയെ കൊണ്ട് പകർപ്പിച്ചു. ഞാനതാ പോവുകയും ചെയ്തു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആ മർക്കസ് സഖാഫത്ത് സുന്നിയുടെ ഓഫീസിൽ ചെല്ലുകയും അവിടെ ചുമരിൽ തൂക്കിയിട്ടുള്ള കണ്ണാടിക്കൂട്ട് സനതാണെന്ന് കണ്ടത് അത് ഫോട്ടോ എടുത്ത് അത് സനതാണെന്ന് നിനക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ട് കൊണ്ടുപോയിട്ട് കർണാടകയിലെ പുത്തൂരിൽ പ്രസംഗിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അന്ന് നിങ്ങൾക്ക് ആ മുടി സത്യമാണെന്നും ആ മുടിയുടെ സനത യഥാർത്ഥമായ സനതാണെന്നും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോഴാണല്ലോ നിങ്ങളത് കൊണ്ടുപോയിട്ട് സനതാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിന്റെ ശേഷം നിങ്ങളുടെ ശിഷ്യരുടെ മുഹിതമായ ജിഷാന്മാരി നിങ്ങളെടുത്ത് 18 മുടിയായി വരികയും ഉസ്താദെ ഈ 18 മുടി ജാലിയ മൂലാമാരിൽ നിന്ന് വാങ്ങിയതാണെന്നും അവരിൽ നിന്ന് തന്നെയാണ് ഉസ്താദ് മുടി വാങ്ങിയത്. ആ ഉസ്താദിന്റെ മുടി കൊടുത്ത ജാലിയാവാരിൽ നിന്നും ഞാനും 18 മുടി വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഉസ്താദിന്റെ കയ്യിലുള്ളത് ഷായർ മുബാറക്കാണെങ്കിൽ ഈ 18 ഷായർ മുബാറക്കാണ്. ഇത് ഞാൻ പരിശോധിച്ചപ്പോൾ ഇതിന് മുതലുണ്ട്, ഇത് കത്തിച്ചിട്ട് കത്തുന്നുണ്ട്. അതടിസ്ഥാനത്തിൽ മർക്കസിലെ മുടിയും ഇതുപോലെ വ്യാജമാണ്. അതുകൊണ്ട് ഉസ്താദേ മർക്കസിലെ മുടി വ്യാജമാണ്. അതുകൊണ്ട് ആ മുടി യഥാർത്ഥമാണെന്ന് നിങ്ങൾ പറയരുത്. ഞാൻ ജാലിയാവാനയെ പോയി കണ്ടിട്ടുണ്ട്. അയാളൊരു ശേഷാകാൻ യോഗ്യതയുള്ളവനല്ല. അയാൾ വിസ്തരിക്കാറില്ല, സമയത്ത് പോകാറില്ല. പെണ്ണുങ്ങളെ അയാൾ കൈപിടിച്ച് വിട്ടിട്ടാറുണ്ട്. അയാൾ ഷിയാശിയക്കാരനാണ്. അങ്ങനത്തെ ആളെ ഒരിക്കലും ഉസ്താദും ഷെയ്ഖും മുറബിയായ ഷെയ്ഖുമാക്കി അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ജിഷാൻ മാഹി നിങ്ങളെടുത്ത് വന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ജിഷാൻ മാഹിയോട് പറഞ്ഞതെന്താണ്? ജിഷാനെ നീ മിണ്ടരുത്, ഈ കാര്യം പുറത്തു പറയരുത്. ഇത് പുറത്തു പറഞ്ഞാൽ സംഘടനക്ക് ക്ഷീണമാണ്. അപ്പൊ സംഘടനക്ക് ക്ഷീണമാകുമ്പോൾ സത്യം പുറത്ത് പറയരുതെന്നല്ലേ നിങ്ങൾ ജിഷാമാഹിയോട് പറഞ്ഞത്? ഹക്കാണെന്ന് ബോധ്യപ്പെട്ടതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ജിഷാമെന്ന് പറഞ്ഞത് ഹക്കല്ലേ ഉസ്താദേ? അതടിസ്ഥാനത്തിൽ നിങ്ങളത് അംഗീകരിക്കേണ്ടതല്ലേ? അത്രേ നമുക്ക് ചോദിക്കാനുള്ളൂ. അവ ബോധ്യപ്പെട്ടതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് ശരിയല്ലെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും വിധം ജിഷ നിങ്ങളോട് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അംഗീകരിക്കേണ്ടതാണ്. നിങ്ങൾ ആദ്യം പറഞ്ഞ വാക്ക് പ്രകാരം ഏതായാലും ഇരിക്കട്ടെ 3 മുടി നിങ്ങൾക്ക് കിട്ടി. നമ്മുടെ നേതാക്കന്മാർ നേരത്തെ സത്താർ സാഹിബ് പറഞ്ഞതുപോലെ നമ്മുടെ നേതാക്കന്മാർ ചോദിച്ചു, എവിടുന്നാണ്? മിണ്ടിയില്ല. ആരാണ്? മിണ്ടിയില്ല. കണ്ടുപിടിച്ചു. മുംബൈയിലെ ചോർ ബസാറിലെ ഇന്ന ഫ്ളാറ്റിലുള്ള ജാലിയവാല എന്ന് പറയുന്ന ആളാണ്, അദ്ദേഹമാണ് എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുകയും നമ്മൾ നേതാക്കന്മാരവിടെ പോവുകയും അപേക്ഷ കൊടുക്കുകയും പണം കൊടുക്കുകയും ചെയ്ത അടിസ്ഥാനത്തിൽ 7 മുടി നമുക്കും കിട്ടും. 3 മുടി കാന്തപുരത്തിനും 7 മുടി നമുക്കും 18 മുടി ജിഷാൻ മാഹിക്കും കിട്ടി. ആർക്കും കൊടുക്കും, അത്രയും കൊടുക്കും. ഭാര്യ ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പൊ ആ രംഗങ്ങളൊക്കെ ഞാൻ ശേഷം കാണിച്ചു തരും. അപ്പൊ ചുരുക്കത്തിൽ അങ്ങനെ കിട്ടിയ മുടി നമ്മൾ കൊണ്ടുവന്നു. ഞാൻ എപ്പോൾ പറയുന്ന വേദിയിൽ പറയാറുണ്ട്, ഇവിടുന്ന് പറയാം, നമ്മളിതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അങ്ങനെ ഈ മുടി കൊണ്ടുവന്നു നമ്മുടെ നേതാക്കന്മാർ. ഇനി ഇത് യഥാർത്ഥമായ മുടിയാണോ എന്ന് അന്വേഷിക്കണം, നമ്മളത് പരിശോധിക്കണം. അത് അടിസ്ഥാനത്തിൽ പരിശോധിച്ചു, നിലവിലുണ്ട്. ഇനി പൊതുജനത്തിന് ബോധ്യം കൊടുത്തു കൊടുക്കാൻ പത്രത്തിൽ പരസ്യം കൊടുത്തു. ഇന്ന ഡേറ്റിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇസ്ലാമിക് സെന്ററിൽ കോഴിക്കോട് വെച്ച് പ്രദർശിപ്പിക്കുന്നതാണ്. ആർക്കോ നിഴൽ പരിശോധിക്കാവുന്നതാണ്. കത്തിച്ച് പരിശോധിക്കണമെങ്കിൽ ഔദ്യോഗികമായി നേതാക്കന്മാർക്ക് ഇസ്ലാമിക് സെന്ററിൽ വരാവുന്നതാണ്. അതിന് വല്ലവർക്കും വലിയ വിഷമമുണ്ടെങ്കിൽ അവർ ഔദ്യോഗികമായ ലെക്ചർ ബോർഡുമായിട്ട് ഒരാളെ പറഞ്ഞയച്ചാൽ അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. ഒരു കുട്ടി വന്നില്ല, വന്നവരൊക്കെ നിഴൽ പരിശോധിച്ചു, നിഴലുണ്ടെന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ ഈ മുടി നബിയോടെ തന്നെ സ്ഥിരപ്പെട്ടു. കാരണം ഇത് വ്യാജമാണെങ്കിൽ മർക്കസിലേത് വ്യാജമാകണം. കാരണം അത് രണ്ടും കൊടുത്തത് ഒരാളാണ്. വളരെ ഗൗരവത്തിൽ വിഷയം ആലോചിക്കണം. അങ്ങനെ തിരിച്ചു കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പൊ ഏതായാലും നിഴൽ പരിശോധിച്ചപ്പോ നിഴലുണ്ട്. പിന്നെ നമ്മൾ അത് കത്തോന്നാ നോക്കേണ്ടത്. അങ്ങനെ കത്തോ നോക്കാൻ വേണ്ടി തീ കാണിച്ചപ്പോഴേക്ക് അത് കാളിപ്പോയി. പിന്നുള്ളത് 6 ഒന്ന് ടെസ്റ്റിനും അയച്ചു. പിന്നെ അത് 5. ഇനിയിപ്പോ അത് വേറെ ടെസ്റ്റ് ചെയ്ത പിന്നെ 5 ഇല്ലാതായി പോകും. അത് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഇവിടെയുള്ള കാന്തപുരത്തിന്റെ ആളുകൾ ജാലിയവാലെ വിവരം അറിയിച്ചു. അദ്ദേഹത്തിന്റെ മകനായ ഇമ്രാനെ വിവരം അറിയിച്ചു. നിങ്ങൾ കൊടുത്ത ഷാറെ മുബാറക്ക് ഇതാ കത്തിക്കണോ, ആരാധരിക്കണോ എന്ന് പറഞ്ഞാണ് വിവരം അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സ്ഥാപനമുണ്ടായിരുന്നു ബോംബെയിൽ, ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയുടെ ഒരു സഹസ്ഥാപനം, അതിന്റെ ബ്രാഞ്ച് സ്ഥാപനമുണ്ട്, ഖുവത്തുൽ ഇസ്ലാമിന്റെ സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഹുദവികൾക്ക് അവിടെ നിൽക്കാൻ കല്ലില്ലാത്ത സാഹചര്യമുണ്ടായി.
പ്രശ്നങ്ങളുണ്ടായി, ജീവന് പോലും ഭീഷണിയാകുന്ന ഘട്ടമുണ്ടായപ്പോൾ ആ ഉദവികൾ വിളിച്ചിട്ട് നമ്മൾ നേതാക്കന്മാരോട് പറഞ്ഞു, ഇതാ ജാലിയൻവാല തന്ന മുടി കത്തിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വലിയ വിഷയമുണ്ട്, ഞങ്ങൾക്ക് വലിയ ക്ഷീണുണ്ട്, അതുകൊണ്ട് മുടി ഷാരെ മുബാറക്കാണെന്ന് ബോധ്യപ്പെട്ട ഞങ്ങൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കണം. ഞങ്ങൾ നേതാക്കന്മാർ പറഞ്ഞു തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ജാലിയൻവാലയുടെ പ്രതിനിധികൾ ബോംബെയിൽ കോഴിക്കോട് വന്നു. അതുപോലെ തന്നെ നമ്മൾ നേതാക്കന്മാരും കൂടി കോഴിക്കോട് പോലീസ് സിറ്റി കമ്മീഷണറും കൂടി അങ്ങനെ അവരുടെ സാന്നിധ്യത്തിൽ തിരിച്ചു കൊടുക്കാം. അങ്ങനെ കൊടുത്തു 5 മുടി. കാരണം അതല്ല ഉള്ളു കയ്യിൽ കൊടുത്തു. ആ വന്നൂര് പറഞ്ഞു ഞങ്ങൾക്ക് 7 വേണം, 7 തന്നിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു സാധു 7 തരാൻ ബോധി ആയിട്ടല്ല, 1 കത്തിപ്പോയി, ഇനിയിപ്പോ തരാൻ കഴിയില്ല, ഒന്നിങ്ങനെ ടെസ്റ്റിന് അയച്ചു കിട്ടുമ്പോ തരാം, ഇനിയിപ്പോ 5 കൊണ്ടുപോയി. അത് പറ്റൂല, 7 തന്നത് 7 തന്നെ വേണം. വാശി കുടിച്ചപ്പോ നമ്മളെ നേതാക്കന്മാർ ഇസ്ലാമിക് സെന്ററിന്റെ ഉള്ളിൽ പോയിട്ട് വെട്ടിയാണ്ട് കൊടുത്തു 2 ചോദിച്ചവന് കൊടുക്കണ്ടേ. ആ കൊടുത്ത 2 സനതുണ്ട്. അതിന് മുത്തസില സനതുണ്ട്, പിന്നെ മുഖ്യമന്ത്രി എന്തൊക്കെ മുമ്പിൽ പോലെ സനദിന്റെ പേരൊക്കെ പറഞ്ഞിരുന്നു. ആ ഒരു സനതൊക്കെ അതിനുണ്ട്. അങ്ങനെ വെട്ടിക്കൊടുത്ത 2 കൊടുന്ന 5 അങ്ങനെ 7 മുടി കൊടുത്തു. ഇത് ഒരു സ്വലാവാത്തൊക്കെ ചൊല്ലി ആരെ സ്വലാത്തിനറിയത് ഇവിടെ വന്നിരുന്ന നൗഷാദ് ഹസനി അടക്കമുള്ള ആളുകൾ തെക്കിബീറൊക്കെ ചൊല്ലി ഇത് കൊണ്ടുപോയി വാഴക്കാടിനടുത്ത് ആക്കോടി എന്ന പ്രദേശത്ത് കൊണ്ടുപോയി മുക്കി പള്ളർച്ച് വെള്ളം കുടിച്ചു. നമ്മൾ നേതാക്കന്മാർ ചിരിയോടിച്ചിട്ട് വെട്ടിക്കൊടുത്ത ആരാണ് നമ്മുടെ നേതാക്കന്മാർക്ക് അറിയാലോ അല്ലേ? അങ്ങനെ അത് പിന്നെ തിരിച്ച് ബോംബെക്ക് കൊണ്ടുപോകണ വൈക്കൽ കൊണ്ടോട്ടി മസ്ജിദുൽ ഫത്തഹിൽ, ഞാൻ മസ്ജിദുൽ ഫത്തഹിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. കൊണ്ടോട്ടി മസ്ജിദുൽ ഫത്തഹിൽ കൊണ്ടുപോയി ആ മുക്കിയ പൊട്ടി വെക്കിയ വെള്ളം ആളുകൾ കുടിച്ചു. ആ മുടി കൊണ്ടുപോയ വണ്ടിയൊക്കെ മുത്തു തന്നെ പുതിയ മുത്തുന്ന പോലെ നമ്മൾ നേതാക്കന്മാർക്ക് അതിന്റെ മുടി അതാണ്. അങ്ങനെ ചുരുക്കി പറയും 7 മുടിയും ബോംബെക്ക് കൊണ്ടുപോയി. എന്നാൽ ഈ സാധുവിന് ജാലിയൻവാലയ്ക്ക് തിരിച്ച് 7 മുടി കിട്ടിയപ്പോൾ പരിശോധിച്ചിട്ട് 7 ഞാൻ കൊടുത്തന്നെയാണോ? എങ്ങനെ തിരിച്ചു 8 കണക്കിന് മുടിയല്ലേ, ഭാര്യ അങ്ങനെ കൊടുക്കുന്നത് നോക്കാൻ കഴിയുമോ? അപ്പൊ ചുരുക്കി പറയാ നമ്മൾ ഇന്ന് വരെ അടിവരൊക്കെ പറയാ ഇന്ന് വരെ നമ്മുടെ നേതാക്കന്മാർ ആ വെട്ടിക്കൊടുത്ത 2 ആരുടേതാണെന്ന് നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടില്ല. അതും ജിഷാൻ തന്നെ പുറത്തു വിട്ടു. ജിഷാൻ വലിയ അന്വേഷിയാണല്ലോ, അവൻ അന്വേഷിച്ചു. അപ്പൊ അവന് പിടുത്തം കിട്ടി. ഇത് കോഴിക്കോട് ഇസ്ലാമിക് സെന്റർ അടിച്ചു പോയിരുന്ന അമ്മു എന്നൊരു പെണ്ണിന്റെ മുടിയാണ് ജിഷാന് മനസ്സിലായി. ജിഷാൻ വേഗം ആ വിവരം അറിയിക്കാൻ വേണ്ടി പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് വിളിച്ചു. ആരാ പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവരുടെ ഉണ്ടി എന്ന് പറയുന്ന മുഷാവറയുടെ ജോയിന്റ് സെക്രട്ടറിയാണ്, അവിടെ മുഷാവറയിലെ കണ്ണിരക്കരടാണ്, അവരുടെ മുഫ്തിയാണ്, എല്ലാമാണ്. വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദെ ഇങ്ങനൊരു സംഭവമുണ്ട്, 7 മുടി അമിതവശി കിട്ടിയവർ കൊടുത്തു, ഒരു ഇങ്ങനെ പരിശോധിച്ചു 2 നഷ്ടപ്പെട്ടു, ഇവനെ ചോദിച്ചു വന്നപ്പോ 2 കൊടുത്തു. ആ കൊടുത്ത മുടി ഇങ്ങനെ ഇസ്ലാമിക് സെന്റർ അടിച്ചു വരുന്ന അമ്മൂന്റെതാണ് എന്നാണ് പറയുന്നത്. ഇത് കേട്ടപ്പോ പൊന്മള വിളിച്ച എന്നിട്ട് പറയാം അത് ഞാൻ മുമ്പന്നെ അറിഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ എന്തിന് മുനാഫിഖത്ത് എന്റെ പ്രിയപ്പെട്ട മുൻപ് ഞാൻ മുമ്പന്നെ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ പെണ്ണിന്റെ മുടിയാണെന്ന് അറിഞ്ഞാൽ അത് കൊണ്ടുപോയി വെള്ളം കുടിക്കുമ്പോ ആണത്തുണ്ടെങ്കിൽ ഉടുപ്പുണ്ടെങ്കിൽ ഈമാനുണ്ടെങ്കിൽ അള്ളാനെ പേരുണ്ടെങ്കിൽ പറയണ്ടേ, നിങ്ങളെ മുടി കൊണ്ടുപോകല്ലേ കുട്ടികളെ, നിങ്ങളത് കുടിക്കലിന്ന് പറയണ്ടേ? ഈ വിവരം പൊന്മളക്ക് വിളിച്ച് ജീഷാൻ മാഹി പറയുന്നതും പൊന്മളയുടെ മറുപടി നിങ്ങൾ കേട്ടു. അത് ഇവര് പോലീസ് കേസ് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങിയിരുന്നു. അതായത് ആ തിരിച്ച് ഇവര് കിട്ടിയപ്പോ നൗഷാദ് ഹസീനെ അടക്കം കുറെ ആളുകൾ അത് പിന്നെ മൗലിദൊക്കെ ചൊല്ലി തലവൽ ബദറുകളൊക്കെ പാടിയിട്ടാണ് അതൊക്കെ ഞങ്ങളെല്ലാം പറഞ്ഞു. ഞങ്ങളെല്ലാം പിന്നെ ഉസ്താദിന്റെ കൂടിയപ്പോ ഇതിനൊക്കെ പറഞ്ഞു എല്ലാം വളരെ റോങ് പരിപാടിയാണ്. അല്ല എന്നിട്ട് ഉസ്താദിന്റെ വിഷയം പറഞ്ഞാൽ ഞാൻ ഇന്ന് പറഞ്ഞത് അത് ഇവർ ഇസ്ലാമിക് സെന്ററിൽ കോഴിക്കോട് അവിടെ അടിച്ചു വാരുന്ന അമ്മു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മുടിയാ ഓരോ ഇവർ ജാലിയൻവാലയ്ക്ക് ഇവർ തിരിച്ചു കൊടുക്കും. അങ്ങനെ ഞാനും കേട്ടത് ഏത് അത് അമ്മുവിന്റെ മുടിയാന്നുള്ളത് ഞാനും കേട്ടു. അങ്ങനെ നിങ്ങൾ ജിഷാൻ പറഞ്ഞതിന് മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ ആ സമുദായത്തിലുള്ള സത്യം പറയണ്ടേ? ഇങ്ങനെയാണെങ്കിൽ എത്ര രഹസ്യങ്ങൾ ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടാവും, എത്ര രഹസ്യങ്ങൾ മൂടി വെച്ചിട്ടുണ്ടാകും. മരിച്ചു പോകണമെന്ന ചിന്ത വേറെ പറഞ്ഞാൽ പോരാ, ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് സാന്ദർഭികമായിട്ട് പറയാണ്. അപ്പൊ എന്നിട്ട് അല്ലെങ്കിൽ എന്തായാലും തിരിച്ചു കൊടുക്കുമ്പോൾ വിശ്വസ്തമായി അവര് കൊടുക്കുന്ന തിരിച്ചു കൊടുക്കുമ്പോൾ വിദഗ്ധമായിട്ടൊന്ന് പരിശോധിച്ചുകൂടെ? ജാലിയൻവാലയ്ക്ക് എങ്ങനെ പരിശോധിക്കാൻ? കെട്ടുകണക്കിനുണ്ടാവുമ്പോ കൊടുത്തതേതാ വാങ്ങിയതേതാ ഏത് കോലത്തുള്ളതെന്ന് അറിയില്ലല്ലോ. ഇവര് പറയുന്ന വെച്ചാല് ജാലിയൻവാലയ്ക്ക് അയാൾക്ക് തന്ന മുടി പോലും തിരിച്ചു വാങ്ങുമ്പോ അതുപോലും ഉറപ്പിക്കാൻ ഇയാൾക്ക് കഴിയുന്നില്ലാന്ന് ഇവരിപ്പം പറയുന്നത്. എന്നിട്ട് വിളിച്ചിന കോലം സമസ്തന്റെ മുഷാവറ
എന്നിട്ട് ഈ രൂപത്തിലൊക്കെ മുടിയെ വിമർശിച്ച ഇദ്ദേഹം പൊൻപിനെ വരും കോഴിക്കോട് വെച്ചും കടുത്ത നിഫാഖിന്റെ പണിയാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞാൽ വേറെ കാര്യങ്ങൾ പറയാൻ നമ്മുടെ സമയം വളരെ വൈകിയിട്ടുണ്ട്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, പൊന്നും മക്കളെ, ഒറ്റപ്പെടും മുമ്പ് രക്ഷപ്പെടുക. അതേ പറയാനുള്ളൂ, ഒറ്റപ്പെടും മുമ്പ് രക്ഷപ്പെടുക. ഈ തട്ടിപ്പിൽ മാറി നിൽക്കുക. നമ്മളേക്ക് വരണമെന്നൊന്നും നമ്മൾ പറയണം. നമുക്ക് അങ്ങനത്തെ വാശിയൊന്നും, നമുക്കിവിടെ ആളെ കമ്മില്ല. അങ്ങനെ ഉണ്ടല്ലോ, 85ാം വാർഷിക സമ്മേളനത്തിൽ ജനങ്ങളെ കണ്ടിട്ടൊക്കെ അപസ്മാരൊക്കെ ഏൽപ്പിക്കാർ പോകുന്നുണ്ട്. അപ്പൊ ആളെ കമ്മി നമുക്ക് ഇഷ്ടം പോലെ ആളുണ്ട്. നിങ്ങൾ ഈ തട്ടിപ്പിനൊന്നും മാറിക്ക, നിങ്ങൾ അതിന് പിന്തുണ കൊടുക്കരുതെന്ന് നമുക്ക് പറയാനുള്ളൂ. ഞമ്മക്ക് ആളുണ്ടത് ഞാൻ പറയല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നുണ്ട്. അത് ഞങ്ങൾ ഒന്നും മൂപ്പര് കൊടുത്തിട്ടില്ല, ഇളഞ്ഞിയും വെള്ളം കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ പറയണം തന്നെ ഒന്നും കൊടുത്തിട്ടില്ല, ഇളഞ്ഞിയും വെള്ളം, വേറെ ഒന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല. എന്നിട്ട് മൂപ്പര് പറയാണ് SYSന്റെ 60ാം വാർഷിക സമ്മേളനം കാസർഗോഡ് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ പ്രഖ്യാപന സമ്മേളനം തിരുവനന്തപുരത്ത് നടന്നപ്പോൾ പ്രഖ്യാപന സമ്മേളനത്തിന് തന്നെ കേരള യാത്രയിൽ പങ്കെടുത്തതിനേക്കാൾ ആള് പങ്കെടുത്തപ്പോൾ ഉമ്മൻചാണ്ടിക്ക് കണ്ണു തള്ളി. മൂപ്പര് പറയാണ് പ്രഖ്യാപന സമ്മേളനം ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ പൊതുസമ്മേളനം എങ്ങനെ ആയിരിക്കും മൂപ്പര് പറയാണ്. സ്വന്തമായിട്ട് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല, അറിഞ്ഞിമ്പളല്ലാതെ പറയട്ടെ. സ്റ്റേജിലുള്ള സുന്നി യുവജന സംഘത്തിന്റെ നേതാക്കളെ, മത പണ്ഡിതന്മാരെ, മറ്റ് ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, സുന്നി യുവജന സംഘത്തിന്റെ 60ാം വാർഷിക പ്രഖ്യാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത വിവരം നിങ്ങളെ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. സംസ്ഥാന സമ്മേളനത്തിന്റെ തീയതി അഭിവന്ദ്യനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏപ്രിൽ 4, 5, 6 കാസർഗോഡ് വെച്ച് പ്രഖ്യാപന സമ്മേളനം ഇങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള സംസ്ഥാന സമ്മേളനം എന്തായിരിക്കുമെന്ന് ഞാൻ ഈ സ്റ്റേജിലിരുന്നപ്പം ഓർത്തു പോവുകയാണ്. ആണോ? അത് മുൻകൂട്ടി പറയാൻ പറഞ്ഞതുമല്ല, സ്റ്റേജിലിരുന്നപ്പോ മൂപ്പർക്ക് അയിലുള്ളിയത്തിക്കൊണ്ട് കണ്ടു മനസ്സിലായ സംഭവം ആ മൂപ്പര് പറയണത്. അപ്പൊ നമുക്ക് ആളെ കമ്മില്ല, ഇഷ്ടംപോലെ ആളുണ്ട്. പക്ഷെ ഈ തട്ടിപ്പിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം എന്നാ പറഞ്ഞ പോലെ 15 കൂടുതൽ പറയുന്നില്ല. ഈ കഴിഞ്ഞ റമദാനിൽ സ്വലാത്ത് നഗറിൽ, ഈ കഴിഞ്ഞ റമദാനിൽ സ്വലാത്ത് നഗറിൽ 27 രാവിനെ ലക്ഷങ്ങൾ പങ്കെടുക്കുന്നു എന്ന് ഖലീൽ തങ്ങൾ പാപ്പയും 10,000 പങ്കെടുക്കുന്നു എന്ന് AP ഉസ്താദും രണ്ടും ഞാൻ കേൾപ്പിക്കും. പങ്കെടുക്കുന്ന ആ പരിപാടിയിൽ മഴ പെയ്യാതിരിക്കാൻ മീക്കായിലിന്റെ മേലിൽ യാസീൻ പോസ്റ്റ് അയച്ചു. ഒക്കെ തുറന്ന് തന്നെ പറയാം. 27 രാവിന് മഴ പെയ്യാതിരിക്കാൻ മീക്കായിലിന്റെ മേലിൽ യാസീനോദാൻ നോട്ടീസ് ഇറക്കി. കാരണം ഇടിമിന്നി കാറ്റ് എന്നിവ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവർക്ക് മീക്കയിലാണല്ലോ. ആ മൂപ്പരോട് ഇപ്പൊ തൽക്കാലം നമ്മൾ പരിപാടിയുടെ മഴ വിചാരിച്ചത് യാസീനോദി പറഞ്ഞാൽ സ്വീകരിക്കുമെന്ന് കരുതിയിട്ടായിരിക്കും. പക്ഷേ ഈ കൊല്ലത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്തത് 27 രാവിനായിരുന്നു. അത് വേറെ സത്യം. കാരണം നിങ്ങൾ ആലോചിച്ചു, കഴിഞ്ഞ റമദാന് 27 ഇശാസ്കരിച്ച് പള്ളിയിൽ നിന്ന് വീട്ടിൽ പോയിട്ട് കഞ്ഞി കുടിച്ചിട്ട് പിന്നെ എത്തിക്കാഫിരിക്കാൻ പള്ളിക്ക് വരാൻ സാധിക്കാത്ത ആളുകളുണ്ട്. അതിന് മാത്രം വലിയ മഴയാണ് അന്ന് പെയ്തത്. അതിന് ശേഷം അതിന് മുമ്പ് അങ്ങനത്തെ മഴ പെയ്തിട്ടല്ല. അപ്പൊ ദ്വാക്കത്ര റേഞ്ച് ഉണ്ടെന്ന് ഏകദേശം നമുക്ക് തന്നെ ഇപ്പൊ മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഏതായാലും വിവാദമായി നോട്ടീസ് പിൻവലിച്ചു, വലിയ വിഷയമായി. ഏതായാലും ആ സമ്മേളനത്തിൽ കാന്തപുരം പ്രസംഗിക്കുന്ന സമയത്ത് മഴ അങ്ങനെ പെയ്യുന്നുണ്ട്. മഴ പെയ്തപ്പോ മുടിക്കുട്ടികളൊക്കെ കസാല എടുത്ത് തലയിൽ ഇങ്ങനെ വെക്കുക. അപ്പൊ കാന്തപുരം പറയാം, കുട്ടികളെ നിങ്ങൾ കസാലൊക്കെ താത്തി, നമ്മളിങ്ങനെയൊക്കെ മഴ പെയ്യണ്ടാതെ ദ്വാരത്തിൽ മഴ പെയ്തിട്ട് നിങ്ങളിങ്ങനെ കസാല പിടിച്ചതൊക്കെ നാട്ടുകാർ കാണൂലേ? അത് കേൾക്കുന്നത് കുട്ടികളെ കസാലൊക്കെ താത്തി വെച്ചാൾക്കടാ, എല്ലാം താത്തി ലൈവിൽ ഇങ്ങനെ കാണുക പുറത്ത്. അപ്പൊ അവര് ഇവിടെ വലിയ മഴ ഉണ്ട്. ഇത് ലൈവിലൊക്കെ കാണുമ്പോ കാണുന്നോളി ചേർക്കും ഇവിടെ വലിയ മഴ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ മഴ എന്നാലും പാടില്ല, കസാല ഒന്ന് താത്തി വെക്കുന്നു. എന്നിട്ടോ ഇപ്പൊ ലോകത്തൊട്ടാകെ കാണും, ഇവിടെ മറിച്ചേക്കാൻ കഴിയില്ല വെണ്ണത്തെ മാതിരി. ആ ഓർമ്മ എന്താണ്? നല്ലതാണ്. ഇതൊക്കെ കുറച്ച് ഈ ഓർമ്മ കുറച്ച് മുമ്പുണ്ടായിക്കാണെങ്കിൽ ഈ കുഴപ്പമൊന്നും ഉണ്ടാവൂല അല്ലേ? ഇതൊക്കെ ലോകം കാണാൻ ഒന്നിപ്പോ മറിച്ചേക്കാൻ കഴിയണില്ല. ഈ ഓർമ്മ ചിന്തയൊക്കെ പണ്ടുണ്ടായിക്കണമെങ്കിൽ എത്ര നന്ദിയിരുന്നു. കുറച്ചിപ്പുറത്തുനിന്ന്
ഇവിടെ വലിയ മഴയുണ്ട്. ഇപ്പൊ ലോകത്തൊട്ടാകെ കാണും. ഇവിടെ മറിച്ചേക്കാൻ കഴിയില്ല, പണ്ടത്തെ മാതിരിയല്ല. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم എന്ന് ഖുർആനിൽ പറഞ്ഞില്ലേ? നാവ് കൂട്ടിയൊക്കെ വെക്കും, ഇവിടെ കയ്യും കാലും സംസാരിക്കുമെന്ന് ഖുർആനിൽ പറഞ്ഞില്ലേ? അള്ളാഹ് അതിനെ ഇക്കാലാക്കിയ മനുഷ്യന്മാര് ഇപ്പൊ എവിടെ ലോകത്തൊട്ടാകെ നമ്മളെ അനക്കുന്നത് മുഴുവൻ കാണാം. അവ ലോകത്ത് മുഴുവൻ ഞങ്ങൾ അനങ്ങണത് മുഴുവൻ കാണാം. അപ്പൊ നല്ലൽക്കാണ് അനങ്ങിയ നല്ലൽക്ക് കാണും, ബലങ്ങനെ അനങ്ങിയ ബലങ്ങനെ കാണും. അവ നല്ലൽക്ക് ജനങ്ങളെ കാണാൻ നല്ലൽക്കാണ് അനക്കി കാണിക്കാൻ കുഴപ്പമില്ലല്ലോ. അവ ജനങ്ങളെ മുഴുവൻ കാണുന്ന ചിന്തയും ബോധമൊക്കെ ഉണ്ടാകണം. അങ്ങനത്തെ ആധുനിക സംവിധാനങ്ങൾ ഇപ്പൊ ഉണ്ട്. അപ്പൊ ഇത് അദ്ദേഹത്തെ കൊണ്ട് തന്നെ പഠിച്ചോ പറയിപ്പിക്കുകയാണ്. അപ്പൊ ഈ നിരക്ക് പൊതുജനത്തിന്റെ ഇടയിൽ വഷളായിക്കൊണ്ടിരിക്കും. ഇത് ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർകദ മഹാനവറുകളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് മർക്കസിൽ കിട്ടിയ മുടിയും അതിനോടനുബന്ധ വിഷയങ്ങളും ഒരുപാട് പറയാനുണ്ട്. 11 മണിയായി, മണിക്കൂറുകളായി നിങ്ങൾ ഇരിക്കുന്നു എന്നു തന്നെയാണ് പണി. അവസാനിപ്പിക്കുന്നു. പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ, ഖൈറിന് വേണ്ടി നിലനിൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ ആളുകളും എഴുന്നേറ്റ് നിൽക്കുക. അവർ ഇറക്കൊരു 3 സാത്തുണ്ട്. ഫളില് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. പടച്ചവനെ, ഈ പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണമേ റബ്ബ്. ഹഖാണെന്ന് ബോധ്യപ്പെട്ടതാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പൊറുക്കമേ തമ്പുരാനെ. പടച്ചവനെ, തൗഹീദിന് വേണ്ടിയുള്ള നിലനിൽപ്പ് നീ സ്വീകരിക്കണമേ റബ്ബ്. ഹഖിന് വേണ്ടിയുള്ള നിലനിൽപ്പ് സ്വീകരിക്കണമേ റബ്ബ്. പടച്ചവനെ, രോഗികളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ശിഫ നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണമേ റബ്ബ്. ഈ പരിപാടി സംഘടിപ്പിക്കാൻ ഇതിന്റെ പ്രവർത്തിച്ചിട്ടുള്ള പ്രിയപ്പെട്ട SKSSFന്റെ പ്രവർത്തകന്മാർ ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകണേ തമ്പുരാനെ. ജോലികളിൽ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. പഠനങ്ങളിൽ ഖൈർ നൽകണേ തമ്പുരാനെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ. പടച്ചവനിൽ കാളമ്പാടി ഉസ്താദ് വഫാത്തായ മാസമാണ് റബ്ബേ. ദറജ വർദ്ധിപ്പിക്കണേ തമ്പുരാനെ. സ്വർഗീയ രോഗത്തെ ഒത്തൊരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സമസ്തയുടെ ആലിമീങ്ങൾക്ക് ദീർഘസുൽ ആഫിയത്ത് നൽകണേ തമ്പുരാനെ. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ഹജ്ജിന് വേണ്ടി പോയിട്ടുണ്ട്. ആരോഗ്യം കൊടുക്കണേ റബ്ബേ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറയും നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ആ നേതൃത്വത്തിന് തങ്ങൾ ഒരുപാട് കാലം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. പാണക്കാട് സാദാത്യങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്ത് നൽകണേ തമ്പുരാനെ. അവരുടെ തനം ഒരുപാട് കാലം ആസ്വദിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൽ നസീർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ ചെയ്യണമെന്ന വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.